നമസ്തേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോട് CPM-നോട് കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതി പറഞ്ഞു, ഭാരതത്തെയും ഭാരതത്തിലെ പൗരന്മാരെയും സ്നേഹിക്കാൻ. രാജ്യം നേരിടുന്ന അനവധി പ്രശ്നങ്ങളുണ്ട്. വെള്ളപ്പൊക്കം, മലിനീകരണം, അനധികൃത പാർക്കിംഗ് തുടങ്ങി സാധാരണക്കാരൻ അനുദിനം അഭിമുഖീകരിക്കുന്ന പരശതം പ്രശ്നങ്ങൾ. മാലിന്യം വലിച്ചെറിയുന്നതിലും ഓടകൾ നിറഞ്ഞു കവിയുന്നതിലും പ്രതിഷേധിക്കാത്ത നിങ്ങൾ 1000 മൈലുകൾക്കപ്പുറത്തുള്ള ഗാസയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ആകുലപ്പെടുന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് ജസ്റ്റിസ് രവീന്ദ്ര ഗുഗയും ജസ്റ്റിസ് ഗൗതം അങ്കാദും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചത്. മുംബൈയിലെ ആസാദ് മൈതാനിൽ ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ CPM വിളിച്ചു ചേർത്ത യോഗത്തിന് പോലീസ് അനുമതി നിഷേധിച്ചതിനെ ചോദ്യം ചെയ്ത ഹൈക്കോടതിയിൽ പാർട്ടി നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചിൻ്റെ പരാമർശങ്ങൾ. കോടതിയുടെ നിരീക്ഷണങ്ങളും CPM-ൻ്റെ പ്രതികരണവുമാണ് ജനൻ ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നത്. നിയമവിദഗ്ധനും ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് K. രാംകുമാർ, BJP വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകരായ ഡോക്ടർ ആരിഫ് ഹുസൈൻ, M. ജയചന്ദ്രൻ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് രാംകുമാർ, CPM-ൻ്റെ തൊലിയുരിച്ചില്ലേ ബോംബെ ഹൈക്കോടതി? CPM-ൻ്റെ ഈ സമീപനത്തിൽ ആർക്കും അത്ഭുതത്തിന് അല്പം പോലും അവകാശമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആക്രമിക്കുകയും അവമാനപ്പെടുത്തുകയും ചെയ്യുന്നൊരു സമീപനം പരാജയഭീതി കൊണ്ടും നയവൈകല്യം കൊണ്ടുമാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സുപ്രീം കോടതി, ഗവർണർ, ഇലക്ഷൻ ഹൈക്കോടതികൾ, ഇങ്ങനെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അവമതിക്കുകയും ആക്ഷേപിക്കുകയും പക്ഷപാതം ആരോപിക്കുക ഒരടിസ്ഥാനവുമില്ലാതെ ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് CPM പിന്തുടർന്നു വരുന്നത്. ഇത് അവരുടെ കാൽ കീഴിലുള്ള മണ്ണൊലിപ്പിനെ ഭയന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ഹൈക്കോടതി അവർക്കെതിരെ ഒരു വിധി പ്രസ്താവിച്ചു. ആ വിധി പ്രസ്താവന മാത്രമായിട്ട് ചുരുങ്ങില്ല. വാസ്തവത്തിൽ അവർക്കൊരു മുന്നറിയിപ്പ് നൽകി. ഈ നാട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൽ കേന്ദ്രീകരിക്കാതെ ഗാസയിലും ഹമാസും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങളെപ്പറ്റി പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമല്ല എന്ന രീതിയിൽ, സൗമ്യമായ രീതിയിൽ ബോംബെ ഹൈക്കോടതി ഒരു ഉപദേശം കൊടുത്തു. ഇത് വളരെ ശരിയല്ലേ? ഈ രാജ്യത്ത് ഒരുപാട് ജീവൽ പ്രശ്നങ്ങളുണ്ട്. പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന CPM-ന് ഉയർത്തിപ്പിടിക്കാൻ ഒരുപാട് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ട്. അത് വിട്ടിട്ട് ഹമാസിൻ്റെയും ഗാസയുടെയും പിന്നാലെ പോകുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടാണ്. ലക്ഷ്യം വോട്ട് ബാങ്കാണ്, അല്പത്തമാണ്, രാഷ്ട്രീയമായ അല്പത്തമാണ് കാണിക്കുന്നത്. വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് അത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ച് അതിനെ പെരുപ്പിച്ച് കാണിച്ച് പരാജയപ്പെടുന്ന രീതിയിലാണ് CPM-ൻ്റെ ഇന്നത്തെ പ്രവർത്തനം. ഉദാഹരണത്തിന് മധുര സമ്മേളനത്തിൽ ഹമാസുകാർ ധരിക്കുന്ന വേഷം ധരിച്ചുകൊണ്ടാണ് CPM-ൻ്റെ പല നേതാക്കന്മാരും പ്രകടിച്ചത്. പല സ്ഥലത്തും ഹമാസിനെ പ്രകീർത്തിച്ചുകൊണ്ട് അതേസമയം പഹൽഗാമിലെ ആക്രമണത്തെക്കുറിച്ച് ഇന്ന് വരെ ഒരു പ്രസ്താവന ഇറക്കി, ജാഥ നടത്തി, ജനകീയ കൂട്ടായ്മ നടത്തി ചെയ്യാൻ CPM മുന്നോട്ട് വന്നിട്ടില്ല. ചുരുക്കത്തിൽ രാജ്യ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായ ഒരു ജനകീയ പ്രക്ഷോഭങ്ങളോ പ്രകടനങ്ങളോ നടത്താൻ CPM വന്നിട്ടില്ല. മറിച്ച് ചെഗുവേരയെക്കുറിച്ചും ഹമാസിനെ കുറിച്ചും ഒക്കെയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫീസിലെ രജിസ്ട്രാറുടെ റൂമിൽ ചെഗുവേരയുടെ പടം വെച്ചിട്ടുണ്ട്. ഭാരതാംബയുടെ പടം വയ്ക്കുന്നതിന് അദ്ദേഹത്തിന് നിശ്ചിത്തമാണ്. പക്ഷേ ചെഗുവേരയെ വെച്ച
ആദരിക്കാനുള്ളത്. ഈ അടിമ മനോഭാവം CPM തുടരുന്നുകൊണ്ടാണ് ജനങ്ങൾ CPM നിന്ന് അകലുന്ന എന്ന സത്യം അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഈ രാജ്യത്ത് കോടിക്കണക്കിന് പാവപ്പെട്ടവരുണ്ടായിട്ടും അവർക്കിടയിൽ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ CPMന് കഴിഞ്ഞിട്ടില്ല. മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ഏറ്റവും അധികം ശക്തമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടന്നിരുന്ന അവിടെ CPMന് ഇന്ന് കാലുകുത്താൻ പോലും സ്ഥലമില്ല. കാരണം ഈ അടിമ മനോഭാവവും രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ തുടർച്ചയായ പ്രവർത്തനം കാരണം സാധാരണ ജനങ്ങളിൽ നിന്ന് CPM ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ന് സത്യം പറയുകയാണെങ്കിൽ ഈ വിശാലമായ രാജ്യത്തിൻ്റെ ഒരു കടലോരത്ത് മാത്രമാണ് CPMന് എന്തെങ്കിലും പ്രവർത്തനമുള്ളത്. ആ കടലോരത്തും നിലനിൽക്കുന്നത് നഗ്നമായ വർഗീയ പ്രീണനം കൊണ്ടാണ്. യാതൊരു തത്വദീക്ഷയുമില്ലാതെ വർഗീയ പാർട്ടികളുമായി പഞ്ചായത്ത് ലെവൽ മുതൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ തിരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുകയും അത് ന്യായീകരിക്കുകയും അതിന് വേണ്ട കോമാളിത്തരങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറിയല്ലെന്ന് ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ ആ പ്രസ്ഥാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ആളുകൾക്ക് നിരാശയുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കോടതികളെ ആക്രമിക്കുന്ന ഇന്നൊന്നിലും തുടങ്ങിയതല്ല. സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ ഇവരൊക്കെ കോടതി ഇലക്ഷൻ നടപടികൾ പലപ്പോഴായിട്ട് അഭിമുഖീകരിച്ചാണ്. ശ്രീ MV ജയരാജൻ ഒരു മാസം ജയിലിൽ പോയിരുന്നാണ്. ഇപ്പോൾ സിൻഡിക്കേറ്റിനെ അനുകൂലിച്ചുകൊണ്ട് 2 ജഡ്ജിമാരെ ആക്ഷേപിച്ച് സംഖ്യകളെന്ന് ആക്ഷേപിച്ച R രാജേഷ് MLA ഇപ്പോൾ കോടതി ലക്ഷ്യം. കോടതികളെ CPM വിമർശിക്കുന്നതിന് ആർക്കും പരാതിയില്ല. കാരണം കോടതികളുടെ പ്രവർത്തനം കുറ്റമറ്റതാണെന്ന് അതിലിടപഴകുന്ന ആളുകളും വരും. പക്ഷേ എല്ലാ വിമർശനങ്ങൾക്കും ചില മാന്യതകൾ പാലിക്കണം. ഒരു തത്വാധിഷ്ഠമായ വിമർശനം നടത്തുന്നത് നമുക്ക് തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഉദാഹരണത്തിന് ഇന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി ജുഡീഷ്യറിയുടെ പതനത്തെക്കുറിച്ച് വിലപിക്കുന്ന രീതിയിലൊരു വിധി പ്രസ്താവന നടത്തി. അവിടെ വ്യക്തിഗതമായ ആക്ഷേപമില്ല, ഒരു തത്വഗതമായ ആക്ഷേപമാണ് ജുഡീഷ്യറിയുടെ പാളിച്ചകളെ പറ്റി. ഇത് തീർച്ചയായും നമ്മുടെ ഭരണഘടന അനുവദിച്ചു. CPM എന്നെങ്കിലും തത്വാധിഷ്ഠിതമായി ജുഡീഷ്യറിയുടെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഇല്ല. മറിച്ച് അവർക്കെതിരായി വിധി പ്രസ്താവിക്കുന്ന ജഡ്ജിമാരെ തേജോവധം ചെയ്യുന്ന ഒരു സമീപനമാണ് CPM കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും രാജ്യവിരുദ്ധമായ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അഭിപ്രായം പറഞ്ഞു. ഇവിടെ തന്നെ 100 പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. അതിന് പകരം അന്യരാജ്യത്ത് നടക്കുന്ന ആരാണ് ഈ ഹമാസ്? നിരപരാധികളെ വെടിവെച്ചു വന്ന ഹമാസിനെ പ്രകീർത്തിച്ചുകൊണ്ട് സമ്മേളനങ്ങളും അവരുടെ വേഷങ്ങൾ അനുകരിക്കുകയും ചെയ്യുന്നത് വളരെ പരിഹാസ്യമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ദേശവിരുദ്ധം തന്നെയാണ് ആ സമീപനം. ഇവിടെ എതിർത്ത് വിധിക്കുന്ന ജഡ്ജിമാരെ നാട് കടത്തിയതായിട്ട് പ്രതിയിൽ കാൽപ്പമായിട്ട് നാട് കടത്തിയതായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നാൽ ജനങ്ങളിൽ നിന്ന് അകൽച്ച വർദ്ധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കടലോരത്തെങ്കിലും തങ്ങി നിൽക്കുന്ന പാർട്ടി അധികം താമസിയാതെ അറബിക്കടലിലേക്കുള്ള യാത്ര ത്വരിതപ്പെടുത്തും. ഇത്തരം ബുദ്ധിശൂന്യവും അല്പത്തരവുമായ പ്രവർത്തനങ്ങൾ തുടർന്നാൽ. അതുകൊണ്ട് ഈ രാജ്യത്തെ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെ ബഹുമാനിക്കാൻ ഒരു അംഗീകൃത രാഷ്ട്രീയ കക്ഷി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ കക്ഷിക്ക് ബാധ്യതയുണ്ട്. ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് വേണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തുകയും അവഹേളിക്കുകയും തരം താത്തുകയും പുറത്തിറങ്ങിയാൽ കാലുവെട്ടും എന്നുള്ള ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തീരെ ചേർന്നതല്ല. വളരെ തരംതാണ് രാഷ്ട്രീയ കളിയാണ് CPM കളിക്കുന്നതെന്ന് വളരെ ദുഃഖപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മഹത്തായ പ്രസ്ഥാനമായിരുന്നു ഒരു കാലത്ത്. പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ പരിശ്രമങ്ങൾ അവരുടെ ശത്രുക്കൾ പോലും പ്രവർത്തിക്കും. പക്ഷേ
നിർഭാഗ്യവശാൽ ഇന്ന് ആ പ്രവർത്തന ശൈലിയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഏതാനും പഞ്ചായത്ത് സീറ്റുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വർഗീയ പ്രീണനം നടത്തി രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളെ പ്രചോദനം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമായി CPM തരം താണതുകൊണ്ടാണ്, ഞാൻ ആവർത്തിക്കുന്നു, വിശാലമായ ഇന്ത്യ രാജ്യത്ത് ഒരു കടലോരത്ത് മാത്രം തങ്ങി നിൽക്കുന്ന പ്രസ്ഥാനമായി CPM തരം താണിരിക്കുന്നു. ഓക്കെ, അഡ്വക്കേറ്റ് പത്മകുമാർ, കേന്ദ്ര സർക്കാർ നിലപാടിനോട് രാഷ്ട്രീയ പക്ഷപാതം പുലർത്തുന്ന വിധത്തിലാണ് കോടതിയുടെ നിരീക്ഷണമെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഭാഷയിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരായ പ്രതിഷേധ പരിപാടിക്ക് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടി നൽകിയ ഹർജി തള്ളിക്കൊണ്ട് ബോംബെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്. ഇങ്ങനെ ചെയ്ത കോടതി CPMൻ്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാനും മുതിർന്നു. CPMൻ്റെ രാജ്യസ്നേഹത്തെ, രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകളോ രാജ്യത്തിൻ്റെ ചരിത്രമോ സ്വന്തം രാജ്യത്തിനായുള്ള പലസ്തീൻ ജനതയുടെ അവകാശത്തിന് ഇന്ത്യൻ ജനത നൽകുന്ന ഐക്യദാർഢ്യമോ കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ലെന്ന് കരുതണം എന്നുകൂടിയാണ് പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് പത്മകുമാർ. ആ പ്രസ്താവന രാംകുമാർ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നിലപാട് അത് തന്നെയായിരുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആ കാലഘട്ടത്തിൽ അന്ന് അവരുടെ പ്രതിനിധിയായിട്ടുള്ള സോമനാഥ് ലഹരി പറഞ്ഞിട്ടുള്ളത് ഇതൊരു ബൂർഷ്വാ ജനാധിപത്യമാണ്, തൊഴിലാളി വർഗത്തിൻ്റെ എതിരായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് എടുത്തത്. അതിനുശേഷം നാളിതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഭരണഘടനയും നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നമ്മുടെ സംസ്കാരത്തിൻ്റെ മാനബിന്ദുക്കളെയുമൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു നിലപാട് തന്നെയാണ് അവരെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ എടുത്തിട്ടുള്ള തീരുമാനം ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്ഭുതപ്പെടുത്തുന്നില്ല. ഇത് തന്നെയാണ് അവരുടെ നിലപാട്. പക്ഷേ ആ നിലപാട് കൊണ്ട് CPM എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് രണ്ടുപേരും കൂടി ചേർന്നാലും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെ നിന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായിട്ട് നമ്മൾ ഈ സമയത്ത് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇവരെടുക്കുന്ന രാജ്യവിരുദ്ധമായ നിലപാടുകളാണ്, തീവ്രവാദത്തിന് അനുകൂലമായ നിലപാടുകളാണ്, കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ താലോലിച്ച് താരാട്ടി പാലൂട്ടി വളർത്തുന്ന ഒരു സമീപനമാണ് അവരെപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ നമുക്ക് നിയമപരമായ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ നോക്കിയാൽ ഹൈക്കോടതി വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്യാൻ ഈ CPMന് ഒരു അവകാശവുമില്ല. അതാണ് നിയമപരമായിട്ടുള്ള കാരണം ഇതിലാദ്യമായി ഇതിനെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുത്തിട്ടുള്ളത് ആൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഫൗണ്ടേഷനാണ്. ആൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഫൗണ്ടേഷനാണ് ഒരു അപേക്ഷ കൊടുത്തത്. ആ അപേക്ഷയാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. ആ റിജക്റ്റ് ചെയ്ത അപേക്ഷ നിൽക്കുമ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് CPM ആണ് ഹൈക്കോടതിയിൽ കേസുമായി പോയിട്ട്. കോടതി പറഞ്ഞു ലോക്കസ് സ്റ്റാൻഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ നിങ്ങൾക്കൊരു അവകാശവുമില്ല. നിങ്ങൾ ചലഞ്ച് ചെയ്തിരിക്കുന്ന പെറ്റീഷൻ ഫയൽ ചെയ്തത് വേറൊരാളാണ്. അവരെ റിജക്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആരും പരാതിയായിട്ട് വന്നിട്ടില്ല. അതേസമയം ഈ സമയത്ത് കോടതി കുറേ കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ഇവിടുത്തെ പൊതുസമൂഹം നോക്കിക്കാണുന്ന കുറേ കാര്യങ്ങൾ CPMനെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി സന്ധി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് CPIയെയും
CPMനെയും CPIയെയും പൊളിറ്റിക്കൽ ഇസ്ലാം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആദർശപരമായി അടിത്തറ നഷ്ടപ്പെട്ട് ഇത് പൊതുസമൂഹത്തിൽ ഈ വിധിയോടുകൂടി തന്നെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നഗ്നരായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും CPM ചെന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ കുറേ കാലമായി CPM എടുത്തിട്ടുള്ള അവരുടെ നയപരിപാടികൾ എല്ലാം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു പരിപാടിയും അവർക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കുക. അതിന് ഇന്ത്യയിലെ ദേശീയതയെ ദേശഭക്തിയെ അനുഷ്ഠിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അതുമായി ഒത്തുനിൽക്കുന്ന ആളുകളെയൊക്കെ അപമാനിക്കുന്ന അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമൊക്കെ തല്ലി തകർക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ രാംകുമാർ സാർ പറഞ്ഞു ഖഫിയ ധരിച്ച അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ഇവരെടുക്കുന്ന നിലപാടുകൾ എന്ന് പറയുമ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ തോന്നുന്നൊരു അനുകമ്പയല്ല, ഒരു അനുകമ്പയല്ല, മനുഷ്യ സ്നേഹത്തോട് തോന്നുന്ന ഒരു അനുകമ്പയുടെ ഭാഗമായി തോന്നുന്നൊരു പശ്ചാത്തലത്തിൽ തോന്നുന്നൊരു അനുകമ്പയല്ല, മറിച്ച് ഇത് ഈ തീവ്രവാദത്തെ തലോടുന്ന ഒരു സമീപനമാണ്. ഇപ്പോൾ നമുക്കറിയാം ഹമാസ് എന്ന് പറയുമ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ആരാണ്? പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നത്. ഹമാസ് എന്ന് പറഞ്ഞാൽ എന്താ സംഘടന? ലക്ഷണമൊത്തൊരു തീവ്രവാദ സംഘടനയാണ്. അവരുടെ ഐഡിയോളജി എന്താണ്, അവരുടെ നയം എന്താണ്, വരും കാലങ്ങളിൽ അവർ ലക്ഷ്യം കാണുന്നത് എന്താണെന്നൊക്കെയുള്ള കാര്യം ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം, CPMനും അറിയാം. അപ്പോൾ ഇത്തരമാതിരി തീവ്രവാദ സംഘടനയെ മനുഷ്യ സ്നേഹത്തിൻ്റെ കവചം ഈ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അവരെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് തീവ്രവാദത്തെ സംരക്ഷിക്കുകയും നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒറ്റുകൊടുക്കുക തന്നെയാണ് ഈ തീവ്രവാദത്തിന് ഒത്താശ ചെയ്തു കൊടുത്ത് നമ്മുടെ മാനബിന്ദുക്കളെയൊക്കെ തകർക്കുക, ഒരു രാഷ്ട്രീയവാദം വച്ചു പുലർത്തി ഈ ഒരു അരക്ഷിതാവസ്ഥ ഈ രാജ്യത്ത് സൃഷ്ടിച്ച് അതിലൂടെ മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷേ എവിടെയെല്ലാം CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എവിടെയെല്ലാം ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആ സംഘടനകളാൽ തന്നെ CPM ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ലോക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്ന ലോക ചരിത്രം. അതുകൊണ്ട് CPM ഇത്തരം നിലപാടുകളിൽ നിന്നും മാറുക, യഥാർത്ഥ ദേശസ്നേഹത്തിൻ്റെ പാതയിലേക്ക്, രാജ്യസ്നേഹത്തിൻ്റെ പാതയിലേക്ക് പോവുക. നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കൂ, ഈ അടുത്ത കാലത്ത് ഇപ്പോൾ പൽഗാം ആക്രമണം ഉണ്ടായി. ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ തയ്യാറായപ്പോൾ പാകിസ്ഥാൻ്റെ പിന്നിൽ അണിനിരന്ന 2 രാജ്യങ്ങളെ ഉള്ളൂ. ഒന്ന് തുർക്കി, CPM സഹായിച്ച ഒരു രാജ്യമാണ് തുർക്കി. 2 ചൈന പറഞ്ഞത് എന്താ? ഞങ്ങളുടെ സൗഹൃദ രാഷ്ട്രമായ നമ്മുടെ സുഹൃത്ത് രാജ്യമായ പാകിസ്ഥാനെതിരായിട്ട് ആരെങ്കിലും അക്രമം ഉണ്ടായാൽ ആ രാജ്യത്തിനോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് ചൈന പറഞ്ഞിട്ട് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ ചൈനയുടെ നിലപാട് തെറ്റാണ്, അത് തിരുത്തണം എന്ന് പറയാനുള്ളത് തൻ്റെ ഇടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ടായോ? CPIക്കുണ്ടായോ? CPMനുണ്ടായോ? അതേസമയം ഇന്ത്യ ശക്തമായി ചൈനയ്ക്കെതിരെ നിലപാടെടുത്തപ്പോൾ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലും നിലപാടെടുത്തു. അവർ ചൈനയെ അമേരിക്ക, ഇന്ത്യ തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഒരു സഖ്യമായി ചേർന്നുകൊണ്ട് ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്ന് നിലപാടെടുത്തിട്ടുള്ള CPM ചൈന ഇന്ത്യക്കെതിരായ ഒരു നിലപാടെടുത്തുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അനിൽ നമ്പ്യാറുണ്ട്. ഇവർ പറയുന്ന ഈ പാലസ്തീനിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ മനുഷ്യസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്ത് അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഓരോ ദിവസവും നടക്കുന്ന ന്യൂനപക്ഷ വേട്ട, ഒരക്ഷരം അത് തെറ്റാണ്. അവിടുത്തെ ന്യൂനപക്ഷത്തെ ഈ രീതിയിൽ വേട്ടയാടലിലെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവിടുത്തെ പാവപ്പെട്ട ആളുകളെ, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ക്രൂരമായി വേട്ടയാടുന്നു. അത് തെറ്റാണ്, അത് നിർത്തണം. പാലസ്തീനിന് വേണ്ടി വാദിക്കുന്നവർ തൊട്ടടുത്തുള്ള നമ്മുടെ അയൽ രാജ്യത്ത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിലുണ്ടായിരുന്ന ആളുകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ
അതിനെതിരായി അതിന് ഒരു വാക്കുച്ചരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇത് തീവ്രവാദത്തോടുള്ള വിധേയത്വമാണ്, തലോടലാണ് എന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബോംബെ ഹൈക്കോടതി പറഞ്ഞത്, നിങ്ങൾ അങ്ങ് മൈലുകൾക്കപ്പുറമുള്ള പാലസ്തീന് വേണ്ടിയിട്ട് കരയുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളിലൊന്ന് കണ്ണോടിച്ചിട്ട് അത് പരിഹരിക്കാൻ നോക്കൂ. ഞങ്ങളുടെ സമയം ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ഞങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ അത് ദൂരെ കിടക്കുന്ന നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളുടെ പ്രശ്നമല്ല, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കോടതികൾ കൂടുതൽ സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന് വളരെ ചരിത്രപരമായ ഈ CPM-ൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിലൊരു രാഷ്ട്രീയവുമില്ല, ഒരു ഇടപെടലുമില്ല, നിഷ്പക്ഷമായ ഒരു ഇന്ത്യക്കാരൻ്റെ, ഒരു ജഡ്ജിയായാലും ഒരു ഭാരതീയനാണ്, ഒരു ഭാരതീയൻ്റെ വികാരമാണ്, വീക്ഷണമാണ് ആ വിധിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. യെസ്, എന്തായാലും പാവപ്പെട്ടവരുടെയും അധസ്ഥിതരുടെയും സാധാരണക്കാരുടെയും പരശതം പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നും ഇടപെടാതെ ഹമാസുകൾക്കോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന CPM-ൻ്റെ കപട രാഷ്ട്രീയ മുഖമാണ് ബോംബെ ഹൈക്കോടതി വലിച്ചു കീറിയത്. യെസ്, ഡോക്ടർ ആരിഫ് ഹുസൈൻ, ബോംബെ ഹൈക്കോടതിയെ പോലെ കേരളത്തിലെ കോടതികളും ഇതുപോലുള്ള നിരീക്ഷണങ്ങളുമായി രംഗത്ത് വന്നാൽ അവസാനിക്കുന്നതേ ഉള്ളൂ CPM-ൻ്റെ ഈ കപട രാഷ്ട്രീയം എന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, പച്ചയ്ക്ക് പറഞ്ഞു, ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ നിങ്ങളൊക്കെ രാജ്യത്തെ പ്രശ്നങ്ങളിൽ ഇടപെടൂ, രാജ്യത്തെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ, അതിൽ ഇടപെടൂ, അതിനുശേഷമാവാം ഹമാസിന് വേണ്ടി കൊടി ഉയർത്തുന്നത് എന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞ് വെക്കുമ്പോൾ കൃത്യമായിട്ട് CPM രാഷ്ട്രീയത്തിലെ പൊള്ളത്തരം കൂടിയല്ലേ പൊളിഞ്ഞു വീഴുന്നത്? ഈ ഒരു വിഷയം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വിധി ഇതേ മുംബൈ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ട്രെയിൻ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ വെറുതെ വിടുന്ന ഒരു ഉത്തരവ്. ആ ഉത്തരവ് വന്ന സമയത്ത് ബോംബെ ഹൈക്കോടതിയെ പൊക്കിക്കൊണ്ട് നടക്കുകയും വളരെ നല്ല വിധി എന്ന് പറയുകയും, കണ്ടില്ലേ ഇവിടെ എത്രമാത്രം അനീതിയായിരുന്നു ഇവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്ത ആളുകളാണ് ഇന്നിപ്പോൾ കോടതിക്കെതിരെ പോലും തിരിയുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്. അത് ശ്രദ്ധിച്ചോന്നറിയില്ല. അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് അനുകൂലമായ ഒരു സംഗതി പറയുമ്പോൾ കോടതികളൊക്കെ ചക്കരയായിട്ട് വരും. നമ്മളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ വെളിച്ചത്ത് വരുന്ന രീതിയിൽ, അതിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്ന രീതിയിൽ ഒരു വിധിയായിട്ട് വരുമ്പോൾ ഉടനെ കോടതിയെ അവിടെ കുറ്റം പറയുന്ന അവസ്ഥ, ഇതാണ് നമ്മൾ കാണാറുള്ളത്. ഇത് സൂചിപ്പിക്കുന്ന സത്യത്തിൽ ഈ നിയമവാഴ്ച എന്ന് പറയുന്ന ഒരു സംഗതിയോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. അതിനോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു ആദരവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനത്തോട് അവർ എപ്പോഴൊക്കെ ഇതേപോലെ കലഹിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ, അതായത് എപ്പോഴൊക്കെ ഒരുമിച്ച് നിൽക്കണം അപ്പോഴെല്ലാം തന്നെ കലഹിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് തങ്ങളാണ് ഇന്ത്യയെ സംരക്ഷിക്കുന്നത്, നമ്മളാണ് ഏറ്റവും വലിയ ദേശഭക്തിയുള്ള ആളുകൾ എന്നൊക്കെയാണ്. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിലടക്കം വിട്ടുനിന്ന ആളുകളുടെ കൂട്ടത്തിൽ, അതിനെതിർത്ത് നിന്നിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അവരുടെ കാരണമായിരുന്നു അതിലേറ്റവും വിചിത്രമായിട്ടുണ്ടായിരുന്നത്. അവർ ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കുന്ന അവസ്ഥയാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനവർ കാരണം പറഞ്ഞ് USSRനെ അവിടെ അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്കേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് അതിനോട് നിൽക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ സ്വാതന്ത്ര്യ സമരം എടുത്തു കഴിഞ്ഞാലും അതിന് ശേഷം ഉണ്ടായിട്ടുള്ള സമയങ്ങൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് പോലും അതിനൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് ഇതൊരു ബൂർഷ്വാസികളുടെ കയ്യിലേക്ക് ഭരണം ലഭിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഇതിനെ പറഞ്ഞുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ദേശഭക്തി എന്ന് പറയുന്ന സംഗതി സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അജണ്ടയിലുള്ളൊരു സാധനം ആയിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ സംഗതി പുറത്തെടുത്തേ പറ്റുള്ളൂ എന്ന് വരുമ്പോഴാണ് അവരത് എടുക്കാൻ തയ്യാറായതും ആ രീതിയിൽ മാറ്റത്തിന് വഴിപ്പെട്ടതും. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നു, നമ്മൾ സാധാരണ പറയാറുള്ള ഈ ഇസ്ലാമിസ്റ്റ് അജണ്ടകളെ പിന്താങ്ങിക്കൊണ്ട് അവരുടെ നിലനിൽപ്പ് അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ നിലനിൽപ്പ് അവരുടെ എക്സിസ്റ്റൻസ് അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്ന ഒരു നാടകം, അത് ലോകത്ത് പല സ്ഥലങ്ങളിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈജിപ്തിൽ നടന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നു, അഫ്ഗാനിസ്ഥാനിൽ നടത്തിയതിനെ കുറിച്ച് പറയുന്നു, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇറാനിലടക്കം അവർ ചെയ്തതിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് സംഭവിച്ച എന്താണ്, അവിടെ ഈ ഇസ്ലാമിസ്റ്റ് അജണ്ട കൊണ്ടു നടക്കുന്ന ആളുകൾ, ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ആളുകൾ, അവരുടെ ഇസ്ലാമിക് റവല്യൂഷന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിലടക്കം നമ്മൾ കണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവസാനം ആദ്യം ഇവരെടുത്ത് ദൂരെ കളയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ സത്യത്തിൽ
ലക്ഷ്യമെന്ന് പറയുന്നത് ഭരണം പിടിക്കുക, അവിടെ ഒരു അട്ടിമറിയിലൂടെ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതിലൂടെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. ഇതാണ് അവരുടെ ഒരു സോൾ രീതി എന്ന് പറയുന്നത്. പക്ഷെ ആ രീതി പലപ്പോഴും ആ രാജ്യത്തിൻ്റെ തന്നെ അവസ്ഥയെ ദുർബലമാക്കുന്നതിന്, അതിനെ കുട്ടിച്ചോറാക്കുന്നതിന് വഴി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് മാതൃകകളുള്ള ഒരു സമയത്താണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ അതിലേക്ക് തന്നെ വീണ്ടും വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ കോടതി ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കാം. ഇവരുടെ നിലവിളി ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവുക? ഈ പറയുന്ന ഹമാസ് അനുകൂലികളായിട്ടുള്ള, അല്ലെങ്കിൽ ഹമാസ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അവിടെ ദുരിതം അനുഭവിക്കുന്ന നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയുന്നു, ഇവിടെ തൊട്ട് മുന്നേ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഹമാസ് എന്ന ഒരു ഭീകര സംഘടന എന്നുള്ള രീതിയിലൂടെ പറയുമ്പോൾ അവർ ഭീകര സംഘടനയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ സംഘടനയെ ഇപ്പോഴും ഇന്ത്യ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ച് അവരെ നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ഇപ്പോഴും അത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സംഘടനയായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോഴും അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഈ ഹമാസിനെ ഒരു ഭീകര സംഘടനയാക്കി പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതിവിടെ ഞാൻ ആവർത്തിക്കുകയാണ്, BJPയുടെ പ്രതിനിധി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. കാരണം ഇതൊരു വലിയൊരു വീഴ്ചയാണ്. ഹമാസിനെ അതുപോലെ ഒരു ഭീകര സംഘടനയാക്കി പ്രഖ്യാപിക്കുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്ത കാലത്തോളം അതിനെ പൊക്കി പിടിക്കാനുള്ള അവസരം കൂടിയാണ് ഇവിടെ ബാക്കിയുള്ള ആളുകൾക്ക് വെച്ചു കൊടുക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാനുള്ള വഴി ഇവിടെ ഇല്ല നിലവിൽ. അതാണ് ഇവിടെ മറ്റൊരു കാര്യം. കാരണം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് ഭീകര സംഘടനയാണെന്ന് പറഞ്ഞാലും എടുത്ത വഴിക്ക് ചോദിക്കാതാണ്. ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ലല്ലോ, UN നിരോധിച്ചിട്ടില്ലല്ലോ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഏറ്റവും മിനിമം ഇന്ത്യയിലെങ്കിലും നിരോധിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഗുണം ഈ പറയുന്ന വിഷയത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഘടനയെ, അത് പോക്ക് റീജിയനിൽ അവർ വന്ന് ഇടപെട്ട് പഹൽഗാം അറ്റാക്കിലേക്ക് വരെ വഴിവെച്ചതിന് ഉള്ള തെളിവുകളും അതിനുള്ള സാധ്യതകൾ അവിടെ ഇരിക്കുകയാണ് നമ്മളിത് പറയുന്നതും കൂടി നിങ്ങൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയെ ഇവിടെ കൂട്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒച്ച വെക്കുന്നതാണ് നമ്മൾ കാണാനിടയാകുമായിരുന്നത്. പക്ഷേ അപ്പോഴും ഇവിടെ കാണാതെ പോകുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് അവിടെ സിറിയയിൽ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളെയാണ് അവിടെ കൊന്നു തള്ളിയിട്ടുള്ളത്. ജനോസൈഡ് എന്നൊക്കെ പറയുന്ന സംഗതി എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പച്ചയ്ക്ക് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന സിറിയയിലുള്ളത്. അതിനെതിരെ എപ്പോഴെങ്കിലും ഈ പറയുന്ന ഇടത് സംഘടനകൾ, അല്ലെങ്കിൽ CPM, അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം മാധ്യമങ്ങൾ പോലും ഒരക്ഷരമെങ്കിലും എഴുതി അതിനെ അപലപിക്കുന്നത് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, പാകിസ്ഥാനിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇവർ കാണാറില്ല. ഇപ്പോൾ പട്ടിണിയെക്കുറിച്ചാണ് ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നത്. കള്ളപ്പട്ടിണിയാണ് സത്യത്തിൽ ഈ പറയുന്ന ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭക്ഷണം അവിടെ ഉണ്ടായിരിക്കുക, അത് കൊടുക്കാൻ അനുവദിക്കാതെ, അത് UN അവിടെ അതിൽ ഇടപെട്ട് അത് കൊടുക്കാൻ മുന്നോട്ട് വരാതെ, കൊടുക്കുന്ന ആളുകളെ വെടിവെച്ചിട്ടിട്ട് അവിടെ പട്ടിണി ഉണ്ടെന്ന് സ്ഥാപിക്കുക, എന്നിട്ട് അത് വെച്ച് മുതലെടുപ്പ് നടത്തുക എന്ന് പറയുന്ന ആ ഒരു പ്രൊപ്പഗൻഡ എന്ന് പറയുന്ന സാധനത്തിന് ഇവിടെ കൂട്ടുപിടിക്കുകയല്ലേ ഇവിടുത്തെ CPM അടക്കം ചെയ്യാൻ പോയത്. സത്യത്തിൽ ആ ഒരു സംഗതി ഇവിടെ തടയിടുകയാണ് കോടതിയോട് വളരെ വലിയ നന്ദിയാണ് എനിക്ക് ആ കാര്യത്തിലുള്ളത്. കാരണം ഈ പ്രൊപ്പഗൻഡ ഇന്ത്യയിൽ പേര് പിടിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ അത് പിടിക്കുമായിരുന്നു ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പോയിരുന്നെങ്കിൽ. അതിന് പോലും ഇവിടെ തടയിട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇവർ പട്ടിണിയെ ഇവിടെ വലിയ തോതിൽ ഗ്ലോറിഫൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കും. പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMകാരുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. കാരണം പട്ടിണി ഇല്ല എന്നുണ്ടെങ്കിൽ CPM പോലും ഇല്ല. കാരണം ദാരിദ്ര്യവും പട്ടിണിയും ഉള്ളിടത്ത് മാത്രമേ CPM ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ടാണ് അവരുടെ കറൻസി പോലും അത് തന്നെയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇത് പറയുന്നത്. അപ്പം ഞാൻ അവിടെ ചോദിക്കുന്നു, ഇപ്പോൾ യമനിൽ ഏറ്റവും വലിയ പട്ടിണി നടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി WHO പുറത്തേക്ക് വിട്ട ആ റിപ്പോർട്ടിൽ അവർ പറയുന്നതാണ് ഏറ്റവും കൊടിയ തോതിലുള്ള പട്ടിണി കൊണ്ട് ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് യമനാണെന്ന് പറയുന്നു. ഈ യമനെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു പട്ടിണിയുടെ പേരിലെങ്കിലും നിങ്ങളാണ് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പ്രക്ഷോഭം, അതിന് വേണ്ടിയിട്ടൊരു ഇതുപോലൊരു ആവശ്യമായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വന്നതിൻ്റെ ഒരു തെളിവ്, ഒരു പകുതി തെളിവ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ അജണ്ടകൾ ഇവിടെ വളരെ ക്ലിയർ ആണ്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു നീലക്കുറുക്കൻ ഇഷ്യൂ ആണ്. അതായത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളൊരു വിഷയമുണ്ട്. അതായത് നിങ്ങളുടെ കൂടെ നിർത്തേണ്ട ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തങ്ങളുടേതുമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശത്രു നമ്മുടെ ശത്രു എന്നൊക്കെ പറയുന്ന മാതിരി ഒരു പങ്കിട്ടെടുക്കൽ, അത് വെച്ചുകൊണ്ട് നിങ്ങൾ അവരുടെയും വോട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അതിനപ്പുറത്തേക്ക് ഇതിന് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നാട്ടുകാർക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ട്. അത് പക്ഷേ ഇന്നിപ്പോൾ കോടതിക്കും പിടികിട്ടി എന്നതേ മാത്രമേ ഇതിനകത്ത് വ്യത്യാസമുള്ളൂ. ഇതൊരു വലിയ ഒരു ഔട്ട്കമായിട്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഒരു വിധിയായിട്ട് തന്നെ നമ്മളതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് നാട്ടുകാരുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് തന്നെയാണ്. യെസ്. ഓക്കെ, ശ്രീ ജയേന്ദ്രൻ, എന്തുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നത്? കേൾക്കാമോ ശ്രീ അനിൽ? കേൾക്കാം. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അത് പിന്നെ ഓക്കെ നമ്മൾ ഇന്നലെ ബോംബെ ഹൈക്കോടതിയുടെ വിധി എല്ലാവരും കണ്ടതാണല്ലോ.
ഇന്നെല്ലാവരും വായിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണല്ലോ. ഇപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട രാംകുമാർ സാറ് ഈ ചർച്ചയിലുണ്ട്. അദ്ദേഹത്തിന് അറിയാമല്ലോ, ഒരു നിയമത്തിലെ അടിസ്ഥാന പ്രമാണമുണ്ട്. ക്രിട്ടിസൈസ് ജഡ്ജ്മെൻറ്റ്സ് നോട്ട് ജഡ്ജസ്. അത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ തന്നെ അടിസ്ഥാന പ്രമാണമായിട്ട് എല്ലാവരും സ്വാംശീകരിച്ചിട്ടുള്ള ഒരു പ്രമാണം തന്നെയാണ്. ആ നിലയ്ക്കാണ് ഞാൻ ഈ വിഷയത്തിൽ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ജഡ്ജ്മെൻറ്റിനാണ് എനിക്ക് വിയോജിപ്പുള്ളത്, ഞാൻ വിമർശിക്കുന്നതും. അത് സംബന്ധിച്ച് ജഡ്ജിമാരെന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ആ ജഡ്ജിമാരാരൊക്കെയാണ്, ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വം എന്താണ് എന്നുള്ളത് എൻ്റെ കൺസേണേ അല്ല, ഞാൻ അതിലേക്ക് വരുന്നതുമില്ല. ഇത് പറയുമ്പോൾ ഇവിടെ പ്രാദേശികമായി ഇന്ത്യയിൽ എത്രത്തോളം വിഷയങ്ങളുണ്ട്, പിന്നെന്തിനാണ് നിങ്ങൾ ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഒരു വിഷയത്തിന്മേൽ പ്രതികരിക്കാൻ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആ ജഡ്ജ്മെൻറ്റിനെ ഏറ്റവും മിനിമം ഭാഷയിൽ ഔദ്ധത്യം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഞാനതേ പറയൂ. അതാണ് ഔദ്ധത്യം എന്ന് പറയുന്നത്. എന്താണ് ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യ എങ്ങനെയാണ് ആയിത്തീർന്നത് എന്നറിയാത്ത ആൾക്കാരല്ല ഈ ചർച്ചയിലിരിക്കുന്ന ഒരു പാനലിസ്റ്റും ആങ്കറായ താങ്കളും ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് BJPയുടെ ഈ ABPS എന്ന് പറഞ്ഞ സംഗതി നടന്നല്ലോ അടുത്ത കാലത്ത്. പിന്നെ ബംഗളൂരുവിലടുത്ത് അഖില ഭാരതീയ ഒരു പരിഷത്ത് സമ്മേളനം നടന്നല്ലോ. അവിടെ നിങ്ങൾക്കത് പിന്നെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അതിൻ്റെ രേഖകൾ ഒന്ന് വായിച്ചു നോക്കണം. അനിൽ നമ്പ്യാർ ഉൾപ്പെടെ വായിക്കണം എന്ന് ഞാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ലോക സാഹചര്യങ്ങളെ സംബന്ധിച്ച് ആ സമ്മേളനം ഒന്നും പറയുന്നില്ലേ? എവിടെയാണ് ഈ കോടതി ഇതൊക്കെ നടക്കുമ്പോൾ അവരുടെ കണ്ണും കാതുമൊക്കെ എവിടെയാണ്? വിശദമായി പറയുന്നുണ്ടല്ലോ 10-42 പേജിൽ ലോക സാഹചര്യങ്ങൾ, ഇന്ത്യൻ സാഹചര്യം, പ്രാദേശിക സാഹചര്യങ്ങൾ. അത് BJPയുടെ പ്രതിനിധിയായി ചർച്ചയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അഭിഭാഷകൻ ശ്രീ പത്മകുമാറും ഒന്ന് നോക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ പെർസ്പെക്റ്റീവ് വിശാലമാണ്. അത് ഒരു ഗ്രാമത്തിലോ ഒരു സംസ്ഥാനത്തിലോ ദേശീയ തലത്തിലോ മാത്രമല്ല അവർ അത്തരം വീക്ഷണങ്ങൾ വിശകലനം ചെയ്യാറുള്ളത്, നിലപാടുകൾ സ്വീകരിക്കാറുള്ളത്. അത് ഗ്ലോബലിയാണ് അവരുടെ പെർസ്പെക്റ്റീവ് വരുന്നത്. അത് ആഗോള വീക്ഷണമാണ് വരുന്നത്. ആ ആഗോള വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി വിഷയങ്ങളിൽ അടിസ്ഥാനപരമായ നിലപാടുകൾ ഓരോ കക്ഷിയും എടുക്കാറുള്ളത്. അത് CPM ആദ്യമായിട്ട് എടുക്കുന്ന നിലപാട് പോലെയാണ് ബോംബെ ഹൈക്കോടതിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടാൽ വായിക്കുന്നവർ പ്രത്യക്ഷത്തിൽ തെറ്റിദ്ധരിക്കുക. ഇത് ആദ്യമായിട്ടാണ് ഇത്ര ഒരു വിധി വരുന്നതെന്നാണ്. അല്ല, ആ വിധി വരുന്ന ആദ്യമാണ്. പക്ഷേ നിലപാടുകൾ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ വിവിധ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ ജനപ്രാതിനിധ്യ നിയമം എന്നൊരു സംഗതി ഇന്ത്യയിൽ ഉള്ളത്. കോടതി ചോദിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് കോടതി ചോദിക്കുന്നു, നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കക്ഷിയല്ലേ? അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഗവൺമെൻറ് കീഴിലല്ല, സ്വതന്ത്രമായൊരു ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. അത് ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1951. അതിൽ വ്യക്തമായ വ്യവസ്ഥകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവർ ദേശദ്രോഹിയാകുന്നത് ഏതൊക്കെ അർത്ഥത്തിലാണ് എന്നതടക്കമുള്ളത് പറയുന്നുണ്ട്. ഞാനിത് ഇപ്പോൾ എടുത്ത് സൂചിപ്പിക്കാൻ കാരണം അടുത്ത കാലത്ത് 2023-ലല്ലേ, അല്ല സോറി 22-ലാണല്ലോ കോടതി ദേശദ്രോഹിയാണ് CPM എന്ന് പറഞ്ഞിട്ടില്ല. ദേശദ്രോഹിയാണെന്ന് പറഞ്ഞിട്ടില്ല, ദേശസ്നേഹം കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി പാട്രിയോട്ടിക് ടു ദ നേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയമുണ്ട് കേട്ടോ. അതെ അനിൽ നമ്പ്യാർ, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയട്ടെ, താങ്കൾ അതിന് അനുവദിക്കുക. ഞാൻ കോടതി ദേശദ്രോഹിയാണെന്ന് പറഞ്ഞതായിട്ട് ഞാൻ ആരോപിച്ചിട്ടില്ല. എൻ്റെ വായിൽ വെറുതെ താങ്കൾ കമ്പിട്ട് കുത്താതിരിക്കുക എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കോടതി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു ഇല്ലല്ലോ. കോടതി CPM ദേശദ്രോഹിയെ പ്രഖ്യാപിച്ചു എന്നുള്ള അഭിപ്രായമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ അഭിപ്രായമില്ല. പക്ഷേ ദേശദ്രോഹം പാട്രിയോട്ടിക് ആവേണ്ടത് എന്തൊക്കെയാണ് അത് അദ്ദേഹം കോടതി പറയുന്നത്, ആ രണ്ടുപേരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പറയുന്നത് പ്രാദേശികമായി എത്രത്തോളം പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടുന്നുണ്ട്, ആ പ്രശ്നങ്ങൾ നിലനിൽക്കെ നിങ്ങൾ എന്തിനാണ് മൈലുകൾക്ക് അപ്പുറയുള്ള ഒരു പ്രശ്നം എടുത്ത് ചർച്ച ചെയ്യുന്നത്, ദേശസ്നേഹിയാകൂ എന്നാണ് പറയുന്നത്. അതിനോടാണ് വിയോജിപ്പ്. അതിനോടാണ് ആ നിലപാടിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അതിലെന്താ തെറ്റ്? അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ ഒരു കോടതി കോടതിയുടെ പരാമർശത്തിൽ എന്താണ് തെറ്റ്? ശരിയല്ലല്ലോ ഇവിടെ അളക്കാനിരിക്കുന്നത്. എൻ്റെ സ്കെയിലൊന്നുമില്ല.
അനിലംബർ എൻ്റെ സ്കെയിലൊന്നും ഇല്ലെന്നേ. ഞാൻ എൻ്റെ വിയോജിപ്പുകൾ പറയാനാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിയോജിപ്പുകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ അത് തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഏതാ സ്കെയിലെടുക്കാതെ തന്നെ അളക്കാം. ഞാൻ തെറ്റും ശരിയും പറയാനല്ലെന്നേ ഇരിക്കുന്നത്. എൻ്റെ അത്രയും സ്കെയിലുകളും ഇല്ല സർ. അതെ, ഞാൻ അളക്കാനേ ഇരിക്കുന്നില്ല. ഞാൻ എൻ്റെ വിയോജിപ്പുകൾ പറയുക എന്നുള്ളതിന് മാത്രമാണ് ഈ ചർച്ച. പിന്നെ ഈ രീതി ഉപയോഗിക്കുന്നത്. ഞാൻ ആരാണ് തെറ്റും ശരിയും നിർണ്ണയിക്കാനെന്നും അധികാരവും അനുമതി നൽകാം. ചെറിയൊരു സംശയം. ഒരു പ്രശ്നമുണ്ടല്ലോ ജയചന്ദ്രൻ സാറ്. നിസ്സംശയം വഴങ്ങും, ഒരു സംശയമില്ല ശ്രീ ആബിദ് ഹുസൈൻ, താങ്കൾ ചോദിക്കൂ. അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ജയചന്ദ്രൻ സാറേ. അതായത് നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ ഒരു വിഷയം പറയുമ്പോൾ, അതായത് മൈലുകൾക്കപ്പുറമുള്ള വിഷയത്തെക്കുറിച്ച് പറയുന്ന അങ്ങനെ ഇങ്ങനെ ഒരു പ്രതികരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വിഷയമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് നിങ്ങൾ പറഞ്ഞ കാരണം ഇതുപോലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അതിനുള്ള അവകാശവും അത് ചെയ്തിട്ടുള്ള ഒരു വഴക്കവും ഉള്ള പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ മൈലുകൾക്കപ്പുറം എന്ന് പറയുമ്പോഴാണല്ലോ നിങ്ങളുടെ പ്രശ്നം. അധികം മൈലുകളൊന്നുമില്ലല്ലോ നമ്മളുടെ ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയങ്ങൾ. അവിടെ നടന്നിട്ടുള്ള ഹിന്ദു കൂട്ടക്കൊല നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അവിടെ പാകിസ്ഥാനിൽ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതുമല്ല, ഇപ്പോൾ പോട്ടെ, ഈ UP-യിൽ തന്നെ നടക്കുന്ന ഈ കൺവേർഷൻ റാക്കറ്റുകളെ കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഇനി അപ്പം നിങ്ങളുടെ പ്രശ്നം ഈ പട്ടിണിയാണ് അല്ലെങ്കിൽ ജനോസൈഡാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, ഇതുവരെ പ്രൂവ് ചെയ്യാത്തൊരു സാധനമാണ് ഈ പറയുന്ന ഗാസയിൽ ജനോസൈഡ് നടക്കുന്നു എന്നുള്ളത്. അതായത് ബോംബിടാൻ പോകുന്നതെന്ന് വിളിച്ച് പറയുന്ന ആ സ്ഥലം, ആ സമയത്ത് അത് പറഞ്ഞുകൊണ്ട് ഒരു ജനോസൈഡ് ആരും നടത്താറില്ല. ഇനി അങ്ങനെ ജനോസൈഡ് വേണമെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ ഉദാഹരണം, ഡ്രൂസുകൾ അവിടെ കൊന്നുപോലെ വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പട്ടിണിയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി ഫേസ് ചെയ്യുന്ന സ്ഥലം യമനാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ ഈ പറയുന്ന ഉദ്ദേശശുദ്ധിയുടെ അതിൻ്റെ പോരായ്മ, അതിൻ്റെ ആ ഒരു പൊള്ളത്തരമാണ് സത്യത്തിലൂടെ വെളിച്ചത്ത് വരുന്നത്. അത് പറയുമ്പോൾ അവകാശമില്ല എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നതിലെ ഈ പൊള്ളത്തരമാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് ഇവിടെ വെളിച്ചത്ത് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു നീലക്കുറുക്കിന് എഫക്റ്റായി പോയി എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിൻ്റെയോ പറഞ്ഞതിൻ്റെയോ അപലപിച്ചതിൻ്റെയോ ആയിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. ശ്രീ ജയേന്ദ്രൻ, ആരിഫ് ഉന്നയിച്ച ചോദ്യങ്ങളോടാണ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ട് ഹമാസുകളോട് മാത്രം ഐക്യപ്പെടുന്നു? എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ നിങ്ങൾ പ്രതിഷേധിക്കുന്നില്ല? എന്തുകൊണ്ട് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വേട്ട നിങ്ങൾ കാണുന്നില്ല? എന്തുകൊണ്ട് ഉത്തർപ്രദേശിലെ നിർബന്ധിത മതപരിവർത്തനത്തിൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് യമനിലെ പട്ടിണി, ദാരിദ്ര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല? എന്തുകൊണ്ട് സിറിയയിലെ ജനസൈഡ് അതൊരു വലിയ വിഷയമായി നിങ്ങൾ കാണുന്നില്ല? സിമ്പിൾ, അത്രയേ ഉള്ളൂ. അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. താങ്കൾ ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയേണ്ട അതിർത്തികളും കൂടെ നിർണ്ണയിക്കുന്നത് കൗതുകകരം എന്ന് ഞാൻ പറയൂ. അതിരിക്കട്ടെ, പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞതിനോട് ഞാൻ ഖേദപൂർവ്വം ശക്തിയായി വിയോജിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറയുന്നു ജനോസൈഡ്, വംശഹത്യ അവിടെ നടന്നിട്ടില്ല. ശരി, വാദത്തിന് വേണ്ടി ഞാനങ്ങ് സമ്മതിച്ചേക്കാം. അദ്ദേഹത്തിൻ്റെ വാദത്തിന് വേണ്ടി ഞാനങ്ങ് സമ്മതിച്ചേക്കാം. അല്ല, കേൾക്കൂ, ഞാൻ സമ്മതിച്ചേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെയാകുമ്പോൾ ഇത് സംബന്ധിച്ച് പിന്നെ ഐക്യരാഷ്ട്രസഭ 3 പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ജനോസൈഡാണ് ഗസയിൽ നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 പ്രമേയങ്ങൾ, ഒന്നല്ല 3 എണ്ണം ഉണ്ട്. അപ്പോൾ അത് 3ഉം അതൊരു നുണക്കഥയാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം എന്ന് നമ്മൾ തീരുമാനിച്ച, താങ്കളങ്ങ് പറഞ്ഞാൽ മതി. നമ്മളങ്ങനെ തീരുമാനിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പിന്നെ പ്രമേയങ്ങൾ ഒരു നുണക്കഥയാണ്, അവിടെ ജനോസൈഡൊന്നും നടക്കുന്നില്ല, അതെനിക്കറിയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചർച്ച അങ്ങനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഒന്ന്. മറ്റൊന്ന്, പിന്നെ ഇവിടെ മറ്റ് വിഷയങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച ഒട്ടനേകം വിഷയങ്ങളിൽ മുഴച്ചു നിൽക്കുന്ന ഒന്ന് ആയിരക്കണക്കിന് മൈൽ അകലെയാണ് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ സാറേ, എനിക്കെന്താണ് പ്രശ്നം? ഇത് എൻ്റെ പ്രശ്നമല്ലെന്നേ. ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എന്താണ് ഫോക്കസ്? ആ ഫോക്കസിൽ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുക. ഇത് എൻ്റെ പ്രശ്നമായിട്ടോ ഒന്നും താങ്കൾ എടുക്കുകയേ വേണ്ട. ഒരു ചർച്ചയുടെ പരിധിയും പരിമിതിയും നമുക്കൊക്കെ വളരെ നന്നായിട്ട് സൂക്ഷ്മമായിട്ട് അറിയുന്നവരല്ലേ. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. നമ്മളെ അഭിപ്രായങ്ങൾ, ആശയവിനിമയങ്ങൾ നടത്തുന്നതിനപ്പുറത്തേക്ക് ഇത് പിന്നെ ആരെങ്കിലും വിധിക്കുകയല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്നൊരു ഇഷ്യൂ ഇപ്പോൾ വന്നത് ഗസയിലെ പ്രശ്നമാണ്.
അത് ഹമാസിലേക്ക് കൂട്ടിക്കെട്ടാനാണ് അനിൽ നമ്പ്യാർക്ക് താല്പര്യം. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള സമയം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. താങ്കൾ ഇപ്പോഴും കൃത്യമായ ഉത്തരം നൽകാതെ ഒളിച്ചോടുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം മാത്രമാണ്. എന്തുകൊണ്ട് ഹമാസിനോട് മാത്രം ഐക്യപ്പെടുന്നു? എന്തുകൊണ്ട് നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ കാണുന്നില്ല? കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുള്ള മറുപടി വളരെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിനുള്ള ലളിതമായിട്ടുള്ള മറുപടി മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ താങ്കളിൽ നിന്ന്. അല്ല, ലളിതമായ പ്രശ്നങ്ങളെ അല്ല, വളരെ സങ്കീർണമായ പ്രശ്നങ്ങളെ പറ്റിയാണ് താങ്കൾ ലളിതമായ മറുപടികൾ ചോദിക്കുന്നത്. അത് സാധ്യവുമല്ല. എങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് അറിയാവുന്ന മറുപടിയൊക്കെ നിശ്ചയമായും പറയുകയും ചെയ്യാം. ഈ പറയുന്ന ഗസയുടെ പ്രശ്നം മാത്രമാണോ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്? താങ്കൾ ചോദിച്ച ബംഗ്ലാദേശിൻ്റെ പ്രശ്നം, ഡോക്ടർ ആരിഫ് ഹുസൈൻ ചോദിച്ചിട്ടുള്ള ഇന്ത്യയിലെ തന്നെ മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, ഇപ്പം അവിടേക്ക് വരുന്നതിന് മുമ്പ് ഈ ബംഗ്ലാദേശിലെ പ്രശ്നത്തിൽ CPIM.org അദ്ദേഹം നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണല്ലോ നോക്കുക നമ്മളിതൊക്കെ. അപ്പോൾ അതിൽ ഈ ബംഗ്ലാദേശിലെ ഇഷ്യൂ സംബന്ധിച്ച് പിന്നെ അവരുടെ കമ്മ്യൂണിക്കേ ഉണ്ട്. CPIMൻ്റെ സെൻട്രൽ കമ്മിറ്റിയുടെ കമ്മ്യൂണിക്കേ തന്നെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഉണ്ട്. അത് കിടക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് അത് നിലനിൽക്കെ എങ്ങനെയാണ് അദ്ദേഹത്തെ പോലൊരാൾക്ക് പറയാൻ കഴിയുക, നിങ്ങൾക്ക് നിലപാടുണ്ടോ എന്ന് ചോദിക്കാൻ കഴിയുക എന്നുള്ളത് പിന്നെ കൗതുകകരം മാത്രമല്ല അത്ഭുതകരവും കൂടെയാണ്. അത് അവിടെ ഉണ്ട്, ആ സ്റ്റേറ്റ്മെൻ്റ് അവിടെ നിലനിൽക്കുകയാണല്ലോ. പിന്നെ അത്തരത്തിലുള്ള ഒരു നടപടിയോടും ആർക്കും യോജിക്കാൻ കഴിയില്ല. അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. എന്താണ് എത്ര പ്രക്ഷോഭം നടത്തി നിങ്ങൾ? എത്ര റാലി? താങ്കൾ ചോദിച്ചത് അതല്ല, നിലപാടാണ് ചോദിച്ചത്. ഒന്നിനെ മറ്റൊന്നിനോട് കൂട്ടിക്കെട്ടുന്ന ആ ഒരു കൗശലം കഴിയില്ല. അല്ല, നിലപാടല്ല ഞാൻ ചോദിച്ചത്. അല്ലല്ല, അതൊരു കൗശലമാണ്. അത് അങ്ങനെയല്ല സാർ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നടത്തി. ഇപ്പൊ രാംകുമാർ സാർ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു കടലോര പാർട്ടിയല്ലേ CPIM. ബംഗ്ലാദേശിൽ പോയി എങ്ങനെ സമരം നടത്താനാണ്? അഖിലേന്ത്യാ തലത്തിൽ പോലും ഇല്ല. അദ്ദേഹം പറഞ്ഞു ഈ സൗത്ത് സ്കേർട്ടിലുള്ള ഒരു ചെറിയ കുഞ്ഞു പാർട്ടിയാണല്ലോ CPIM. പക്ഷെ നിലപാടുണ്ട്. ബംഗ്ലാദേശിൽ പോകാൻ പറ്റില്ല. അതെ, ഇല്ല, ഗസയിലും പോയില്ലല്ലോ അനിൽ നമ്പ്യാർ. അത് സംബന്ധിച്ച് പോകാനാണല്ലോ അനുമതി ചോദിച്ചത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള നിലപാടുകൾ നിങ്ങൾക്ക് ഹമാസ് നേതാവിനെ ആരും പോകാൻ ചോദിച്ചിട്ടില്ല അനുമതി. അതല്ലല്ലോ, അത് കോഴിക്കോട് ഓൺലൈനിൽ പ്രസംഗിക്കാൻ ഒരു കുഴപ്പമില്ല. അല്ല, അതുകൊണ്ടെന്താ കുഴപ്പം? അതൊക്കെ എന്ത് കുഴപ്പം? എന്ത് തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയാണ് നിങ്ങൾ അതൊക്കെ ആരോപിക്കുന്നത്? ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണോ? എന്ത് തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയാണ് നിങ്ങൾ ആരോപിക്കാൻ ഉത്സാഹിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഹമാസ് ഒരു കാര്യം പറയുമ്പോൾ പിന്നെ ഇഫ് യു ആർ ഗോയിങ് ടു മേക്ക് എ പോയിന്റ്, മേക്ക് ഇറ്റ് ക്രിസ്റ്റൽ ക്ലിയർ. അതല്ലേ വേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്. ഖാലിദ് മഷാൽ എന്ന് പറഞ്ഞ ആള് ഒരു തീവ്രവാദിയാണോ? അല്ല, താങ്കൾ തന്നെ ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു സാർ. താങ്കൾ തന്നെ പറഞ്ഞില്ല ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ താങ്കളുടെ ആ ഇഷ്യൂ സെറ്റിൽഡ് അല്ലേ അവിടെ, അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് തീവ്രവാദ സംഘടനയല്ല. ചോദിക്കണല്ലോ. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കാര്യം, യൂണിയൻ ഗവൺമെന്റിന്റെ കാര്യം താങ്കൾ തന്നെ ഈ ചർച്ചയിൽ ഉന്നയിച്ച് കഴിഞ്ഞല്ലോ, ഇല്ലേ? പറഞ്ഞു ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് ഇന്ത്യ ഗവൺമെന്റ് കാണുന്നില്ല. അതെനിക്കറിയാലോ, അതൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്ന ആളാണ്. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാണുന്നില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ലക്ഷണമൊത്ത തീവ്രവാദ സംഘടനയാണ് ഹമാസ്. എനിക്കൊരു സംശയമില്ല. ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, ഹമാസ് ഒരു തീവ്രവാദ സംഘടനയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലേ? ഞാൻ പറഞ്ഞില്ല, താങ്കൾ തന്നെ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തിനാണ് സാർ നിങ്ങളോട് ചോദിക്കുന്നത്? എന്റെ മറുപടി ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മറുപടിയാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നിലപാടുണ്ടെങ്കിൽ അവർ പറയട്ടെ. എന്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയുടെ ലക്ഷണമുള്ള ഒരു സംഘടനയാണോ, തീവ്രവാദ സംഘടനയാണോ? ആര് പറഞ്ഞു അനിൽ നമ്പ്യാർ മറുപടി ഇല്ലാന്ന്? അങ്ങനെ താങ്കൾ എനിക്ക് വേണ്ടി ജാമ്യം എടുത്തു തരണ്ട. എനിക്ക് താങ്കളുടെ മുൻകൂർ ജാമ്യമേ വേണ്ട. എനിക്ക് ജാമ്യം എടുക്കണമെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം. അത് താങ്കളുടെ ചെലവിൽ തരണ്ട. അങ്ങനെയെങ്കിൽ അല്ല, ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നിശ്ചയമായും വിശ്വസിക്കുന്നില്ല.
അത്ര തന്നെ ഇവിടുത്തെ പ്രശ്നമുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഒന്നും കൂടിയും വ്യക്തമാക്കി പറഞ്ഞാൽ, അതായത് അല്ലാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും പ്രശ്നമാണ്. അവിടെ ബംഗ്ലാദേശിലെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. അതോടുകൂടി പരിപാടി തീർന്നതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരു പ്രക്ഷോഭം പോലും അതിനുവേണ്ടി നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഈ ഗാസയിലെ വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അടിക്കടി സമരം വേണം. കോഴിക്കോട് മാത്രം സമരം നടത്തും. നിങ്ങൾ കേരളത്തില് തിരുവനന്തപുരത്ത് നിങ്ങൾ സമരം നടത്തില്ല. നിങ്ങൾക്ക് കോഴിക്കോട് തന്നെ പോയിട്ട് സമരം നടത്തണം. ഇതൊക്കെ മനസ്സിലാകുന്ന അവസ്ഥ ഇവിടെ ഉണ്ട്. പ്രക്ഷോഭം നടത്തുക. ശ്രീ ജയേന്ദ്രൻ, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളാണല്ലോ കൊല്ലപ്പെട്ടത്. അപ്പൊ പിന്നെ എങ്ങനെയാ പ്രക്ഷോഭം നടത്തുക അല്ലേ CPM? അതല്ലേ അടിസ്ഥാന പ്രശ്നം? അതല്ലേ അടിസ്ഥാന പ്രശ്നം? നിങ്ങൾക്കത് നോക്കാമല്ലോ. ഇപ്പൊ താങ്കൾക്ക് ഇപ്പൊ തന്നെ അത് നോക്കൂടെ? ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ CPIM-ന്റെ നിലപാട് പബ്ലിക് ഡൊമൈനിൽ കൃത്യമായി കിടപ്പുണ്ടത്. പിന്നെ പക്ഷെ നിങ്ങൾക്ക് ഹമാസിനെതിരെ ഹമാസിന് വേണ്ടിയിട്ട് റാലി സംഘടിപ്പിക്കാം. എന്തുകൊണ്ട് ബംഗ്ലാദേശിന് വേണ്ടി ഇല്ല? അല്ല, നമ്മൾ ചോദിച്ചൊരു കാര്യം, മുംബൈയിൽ റാലി നടത്താൻ പോയപ്പോഴാണ് തടഞ്ഞത്. ഇതേപോലെ താങ്കളുടെ എന്താണ് ആർഗ്യുമെന്റ് എന്നുള്ളത്? അതേ ഒന്ന് പറയട്ടെ. അല്ല എന്തിനാന്നേ ഞാനാ പറഞ്ഞത്. അല്ല താങ്കളുടെ വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാം, പക്ഷെ ക്ലാരിറ്റി ഇല്ല. ചോദിക്കൂ. അല്ല, ഞാനത് ശബ്ദത്തിൻ്റെ പ്രശ്നമായിരിക്കാം. ഞാൻ ചോദിച്ചൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പ്രാകൃതമായ ഈ അതിക്രമങ്ങൾക്കെതിരായി നിങ്ങൾ ഒരു പ്രസ്താവന എഴുതിയെന്നല്ല ഞങ്ങൾ ചോദിച്ചത്. നിങ്ങൾ വിസിബിളായിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ജാഥയോ പ്രതിഷേധമോ മാർച്ചോ ഇപ്പോൾ അവിടുത്തെ അതിനെതിരെ നിൽക്കുന്ന ഒരാളിനെ കൊണ്ടൊന്നും ഇവിടെ പ്രസംഗിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത്. ഗാസയെ കുറിച്ച് നിങ്ങൾ പറയുകയും അവിടുത്തെ തീവ്രവാദിയെ ഖാലിദ് പാഷലിനെ ഇവിടെ കൊണ്ടുവന്ന് ഓൺലൈനിൽ പ്രസംഗിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു സമീപനം ഈ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ട്? ഈ ഇരട്ടത്താപ്പാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മുസ്ലിം സമുദായത്തിന്റെ എന്തെങ്കിലും അവരുടെ വൈയക്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വളരെ വ്യക്തമായി ശ്രീ ജയേന്ദ്രൻ ഇനി താങ്കൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയാം. ശ്രീ ജയേന്ദ്രൻ, താങ്കളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. കൂടുതൽ സങ്കീർണതകളിലേക്ക് പോവാതെ വളരെ ലളിതമായി താങ്കൾക്ക് മറുപടി പറയാം. നേരത്തെ പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഇരട്ടത്താപ്പ് ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ ഇരട്ടത്താപ്പ് താങ്കൾ ആ പ്രയോഗം നടത്തിയത് എനിക്ക് ഗംഭീരമായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാമോ? താങ്കളിപ്പോൾ പറഞ്ഞത് ഇരട്ടത്താപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് തന്നെയാണ്, ആ ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഡിബേറ്റിൻ്റെ ഫോക്കസ് പോയിന്റ് എന്താ? മുംബൈ ഹൈക്കോടതിയുടെ വിധി ഇന്നലത്തെ. ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നത്? ബംഗ്ലാദേശിൽ CPIM എന്നുകൊണ്ട് സമരം ചെയ്തില്ല. ആ പ്രശ്നത്തിന് വേണ്ടി ഇവിടെ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? അപ്പോൾ ആ വിഷയം തുടങ്ങിയ വിഷയം അവിടെ പോയി. അതാ അവിടെ ആ വിഷയം അവിടെ തന്നെ ഉപേക്ഷിച്ചു. അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ സങ്കീർണമാക്കരുതെന്ന് പറഞ്ഞല്ലോ. സങ്കീർണമാക്കാതെ ലളിതമായിട്ട് പറയുകയാണേ, നിങ്ങൾ തുടങ്ങിയ വിഷയം ആ വന്ന വഴിയിൽ തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ പുതിയ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ വേണ്ടത് CPIM എന്തുകൊണ്ട് ബംഗ്ലാദേശിന് വേണ്ടി താങ്കളല്ലേ പറയുന്നത്? എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് കോടതി കയ്യോടെ അല്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ദൈവത്തിയല്ലല്ലോ പത്മകുമാർ, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലാത്ത കാര്യം ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഈ ചർച്ചയിലൊന്നല്ല പറയുന്നത്, ഇവിടെ ഇറങ്ങിപ്പോയിട്ടല്ലോ പറയുന്നത്. കയ്യോടെ പിടിച്ചു. അതെ, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ക്ലിയർ ആയിട്ട്. പറയാതെ ഈ താങ്കളെ പോലെ ഞാനും ആ വിധി വായിച്ചിട്ടാണ് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. മിനിമം അത്രയെങ്കിലും അംഗീകരിക്കാൻ കഴിയും. അതല്ലേ ഡെമോക്രാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നിങ്ങളല്ലേ പോയത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ് പത്മകുമാർ. കഴിഞ്ഞ വർഷം ഈ ഇദ്ദേഹം ട്രംപുമായിട്ട് മത്സരത്തിൽ കമലാ ഹാരിസ് ആയിരുന്നു ഒപ്പണന്റ്. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കമലാ ഹാരിസ് പ്രസിഡൻഷിപ്പിൽ വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ യൂണിയൻ ഗവൺമെൻറ് ആരെയാണ് തുണച്ചത്?
എല്ലാവർക്കും പറയാം ട്രംപിനെ ആയിരുന്നു തുണച്ചത്. എന്തുകൊണ്ടാണ്? ഇലോൺ മസ്കിന്റെ സ്വാധീനം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, അതും അറിയാം എല്ലാവർക്കും. പക്ഷെ അവരെ തോറ്റതെങ്ങാനുള്ള കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറയാം, തുണച്ചതിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നിലപാടുണ്ടാവും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നിലപാടില്ലാഞ്ഞിട്ടാണ് അവരെ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്. ഞാൻ കോടതി പറഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത്. കോടതി പറഞ്ഞത് ആയിരക്കണക്കിന് മൈൽ കളയുള്ള കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ നിലപാട് സ്വീകരിക്കാൻ പോകുന്നത്? അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അല്ല, ബഹുഭൂരിപക്ഷ ആളുകൾ അങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് നിങ്ങൾ ബഹുഭൂരിപക്ഷം നല്ല പറഞ്ഞത്. അത് താങ്കൾ മനസ്സിലാക്കാഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞത് യൂണിയൻ ഗവൺമെന്റ് പിന്തുണച്ചത് കമലാ ഹാരിസിനെ അല്ല, ട്രംപിനെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞത്. രാഷ്ട്രാന്തരീയമായ രാജ്യാന്തരമായ നിലപാടുണ്ടാവും. അത്തരം നിലപാടുണ്ടാകാൻ എന്തുകൊണ്ട് ഹമാസിനോട് മാത്രം ഐക്യപ്പെടുന്നു? എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ കാണുന്നില്ല? എന്തുകൊണ്ട് അതിൽ പ്രതിഷേധിക്കുന്നില്ല? നമുക്ക് അതിലേക്ക് വരാം. രാജ്യാന്തരം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ചൈന എടുത്ത നിലപാടിനെ കുറിച്ച് നിങ്ങളുടെ CPM-ന്റെ നിലപാട് എന്തായിരുന്നു? പഹൽഗാം ആക്രമണത്തിൽ അല്ലെങ്കിൽ അതിന് റിട്ടാലിയേഷനായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ ചൈന എടുത്ത നിലപാടിനെതിരായി നിലപാട് എന്തായിരുന്നു? അതേസമയം അല്ല സ്കിപ്പ് ചെയ്തല്ല, നിങ്ങൾ കമലാ ഹാരിസ് പോയത് കൊണ്ടാണ് ഞാനിപ്പോൾ ചോദിച്ചത്. ഇതേ ഇന്ത്യ ചൈനയ്ക്കെതിരെ നിലപാട് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ പാർട്ടിയുടെ സെക്രട്ടറിയും നേതാക്കന്മാരും പ്രസംഗിച്ചതൊക്കെ ഒരേ കാര്യമാണ്. ചൈന ഇന്ത്യ വിരുദ്ധമായ നിലപാടെടുക്കുമ്പോഴും ഇന്ത്യ ചൈനയ്ക്കെതിരെ നിലപാടെടുക്കുമ്പോഴും നിങ്ങളെടുത്ത നയം എന്താണ്? ചൈനയ്ക്ക് അനുകൂലമായി. അത് പരോക്ഷമായി പാകിസ്ഥാനെ സഹായിക്കുന്നതല്ലേ ഈ അടുത്ത കാലത്തെ നിലപാട്? നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞോ? അതുകൊണ്ട് ഒരു വിധിയിന്മേലാണ് ചർച്ച തുടങ്ങിയത്. ആ ചർച്ചയിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ എവിടേക്കൊക്കെയാണ് പോകുന്നുള്ള നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണെന്നേ, ഞാൻ അവിടുന്ന് പോയിട്ടില്ല. ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി അനുബന്ധമായി ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ശ്രീ ജയചന്ദ്രൻ അറിയാത്തതാണോ? ശ്രീ ജയചന്ദ്രൻ, സ്വാഭാവികമായി ഈ വിഷയങ്ങളൊക്കെ പരിഗണിക്കപ്പെടും. അനുബന്ധങ്ങൾ വന്നോട്ടെ, പക്ഷേ കോർ ഇഷ്യൂ അവിടെ കാണണ്ടേ? അതെ, വന്നോട്ടെ, പക്ഷെ കോർ ഇഷ്യൂ അവിടെ കാണണ്ടേ? അതെ, അതിലേക്ക് വരൂ. താങ്കൾ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം അതിലേക്ക് വരും. പെട്ടെന്ന് സമയമില്ല, സമയമില്ല. നമുക്ക് ഈ ഒരു ഇരട്ടത്താപ്പ് കൂടി അതിലെന്താണ് പാർട്ടിയുടെ നിലപാട് അതുകൂടി പറഞ്ഞ ശേഷം വരാം. ഞാൻ കോടതിയുടെ വിധിയെ സംബന്ധിച്ചാണ് എന്റെ ചർച്ച. ബാക്കിയല്ല എനിക്ക് സെക്കൻഡറിയാണ്. എന്റെ കോർ ഇഷ്യൂ കോടതിയുടെ വിധിയാണ്. നിങ്ങൾക്കത് കോർ ഇഷ്യൂ അല്ലെങ്കിൽ വേണ്ട. പക്ഷെ എന്റെ ഞാൻ വന്നത് അപ്പൊ നിങ്ങൾ തന്ന കോർ ഇഷ്യൂ കാര്യം പറഞ്ഞുകൊണ്ടാണ്. കോർ ഇഷ്യൂന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ, അവിടെ CPM ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ വേണ്ടി പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നോ? എവിടെ ആരാ മുനിസിപ്പാലിറ്റിയിൽ അപ്ലിക്കേഷൻ കൊടുത്തത്? ഇപ്പൊ കോടതി എന്ന് പറയുന്നത് അതാണല്ലോ ഈ അപ്ലൈ ചെയ്ത കക്ഷികൾ ലോക്കൽ സ്റ്റാൻഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ അപ്ലൈ ചെയ്ത കക്ഷികൾ അപേക്ഷ കൊടുത്ത സംഘടന ആര്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയാണോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയാണോ? CPM പോഷക സംഘടനയാണോ ഈ സമ്മേളനത്തിന്? അപ്പൊ ഈ രാജ്യത്തെ എവിടെയെല്ലാം ഇതേപോലെ പെർമിഷൻ നിഷേധിക്കുന്നു, അപ്പൊ അവിടെയെല്ലാം പരാതിയായിട്ട് അനുകൂലമായ നിലപാടെടുക്കുകയാണ്. പറഞ്ഞോളൂ. അതെ നമുക്ക് കുറച്ചുകൂടെ ലളിതമാക്കാമെന്ന്. അതായത് ഈ കോടതി ഉത്തരവിൽ പറയുന്നുണ്ടല്ലോ, കോടതി ഉത്തരവിൽ പറയുന്നത് ഈ അപേക്ഷ കൊടുത്ത പോലീസിൽ അപേക്ഷ കൊടുത്ത സംഘടനയല്ല പരാതിയുമായിട്ട് കോടതിയിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല. ആ ഉത്തരവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. വ്യക്തമാണല്ലോ അത്. അപ്പം പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കർഷക സമരത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ കോടതി പോയിട്ടുണ്ടോ? വേറെ പല സമ്മേളനങ്ങൾക്കും അനുമതി നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ടോ? ഈ ഒരു ഇഷ്യൂന് പോകുമ്പോൾ നിങ്ങൾ ഈ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി നിൽക്കുന്നു, അതിന് പണി ചെയ്യുന്ന ആളുകളെ സഹായിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പണി ചെയ്യുന്നത് എന്നാണ് വ്യക്തം. അതാണ് കോടതി പറഞ്ഞത്. താങ്കൾ ഹമാസിനെ തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ താങ്കളുടെ പാർട്ടി അങ്ങനെ വിളിക്കുന്നില്ല സർ.
അതെങ്കിലും അഡ്വക്കേറ്റ് പത്മകുമാർ മനസ്സിലാക്കൂ. ഡോക്ടർ ആരിഫ് ഹുസൈൻ പറയാം, ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ് അദ്ദേഹം വിളിക്കുന്നത്. സ്വതന്ത്രമായിട്ട് പറയുകയാണ് അഭിപ്രായം. പക്ഷെ താങ്കൾ അതല്ല, താങ്കൾ BJP നേതാവാണ്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. BJP നേതാവാണ്. BJPയുടെ യൂണിയൻ ഗവൺമെന്റിന്റെ നിലപാട് പറയാൻ ബാധ്യസ്ഥനല്ലേ? യെസ്, ശ്രീ ജയചന്ദ്രൻ. ഗവൺമെന്റ് തീരുമാനം എടുക്കുമ്പോൾ അതിന് കുറെ നിലപാടുകളുണ്ട്, നടപടികളുണ്ട്. ഈ സംഘടന ഈ രാജ്യത്തിൽ വന്ന് എന്തെങ്കിലും ഭീകരവാദം നടത്തുന്നു, നമ്മുടെ രാജ്യത്തിനെതിരെ ഭീകരവാദ പ്രവർത്തനമായിട്ട് വരണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ്, മറ്റേത് UN തീരുമാനിക്കട്ടെ. എന്താണ് ഒരു റൂളിംഗ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഡിപ്ലോമസി? എന്താണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് പറയൂ. വിഷയം വഴിതിരിച്ചു വിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അതിലോട്ടൊന്നും പോകരുത്, വഴങ്ങി കൊടുക്കരുത്, നിന്നു കൊടുക്കരുത് പ്ലീസ്. ഇതിലേക്ക് സംഘടനയായിട്ട് യൂണിയൻ ഗവൺമെന്റ് മുദ്ര കുത്തിയിട്ടില്ല. അല്ലെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ല. ഇപ്പോഴും ഞാനും ആരിഫ് ഹുസൈനും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടി CPM എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ കണ്ടില്ല? എന്തുകൊണ്ട് UP-യിലെ നിർബന്ധിത മതപരിവർത്തനം കണ്ടില്ല? എന്തുകൊണ്ട് കാണാതെ പോയി? ഇപ്പോൾ താങ്കൾക്ക് പറയാൻ ഞങ്ങൾ പ്രസ്താവന ഇറക്കിയത് പറയാം. അല്ല, ബംഗ്ലാദേശ് പോട്ടെ, അനിൽ നമ്പ്യാർ ഈ ബംഗ്ലാദേശ് പോകട്ടെ, സ്വന്തം രാജ്യത്തെ കാശ്മീരില് 5-6 ലക്ഷം ആളുകള് വേട്ടയാടപ്പെട്ടു, ഉന്മൂലനം ചെയ്തു. ഒരു വാക്ക് CPM പറഞ്ഞോ? എന്ത് നിലപാടായിരുന്നു ആ കമ്മീഷന് മുമ്പിൽ CPM കൊടുത്ത നിലപാട് എന്തായിരുന്നു? നിങ്ങളൊന്ന് പറയൂ. ഓക്കെ മറുപടി പറഞ്ഞ ശേഷം കാശ്മീരിലെ ഒരു വിഭാഗം 90കളില് 5 ലക്ഷത്തോളം, ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ ഉന്മൂലനം ചെയ്യപ്പെട്ടു ഒരു മേഖലയിൽ നിന്ന്. എന്തായിരുന്നു CPM-ന്റെ നിലപാട്? ഓക്കെ, ജയേന്ദ്രൻ മറുപടി പറഞ്ഞ ശേഷം ഇടവേളയിലേക്ക് പോകണം എനിക്ക്. പിന്നെ അനിലമ്പ്യാരെ പറ. ഓക്കെ അതെനിക്ക് മനസ്സിലാവും. ചർച്ചയിൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശം, സ്വാതന്ത്ര്യവും സമയവും കൊടുക്കണം, അതെനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഈ പറയുന്നത് കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയമാണെന്നുണ്ടെങ്കിൽ ഈ ചുരുങ്ങിയ സമയത്ത് എന്ത് പറയാനാണ് അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യമാണ്? അനിലമ്പ്യാർ, താങ്കൾക്കറിയില്ലേ? അത് ചെറിയ വിഷയമാണോ? അല്ലല്ലോ. പിന്നെ അതാണ് ഉദ്ദേശിച്ചത്. അത് അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ആ വിഷയം അവിടെ നിൽക്കട്ടെ, സമയം കണ്ടെത്തും. ഇപ്പം ബംഗ്ലാദേശിലെ പ്രശ്നമാണല്ലോ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഉന്നയിച്ചത്, അതാണല്ലോ അനിലമ്പ്യാരും ചോദിച്ചത്. ആ വിഷയത്തിൽ കാശ്മീരിലെ പ്രശ്നം എന്താണ്? അവര് സാധുക്കളായതുകൊണ്ടോ? ഈ ചർച്ചയിൽ നമ്മൾ ഇരിക്കുന്നത് ഈ പണ്ഡിറ്റുകളെ ആരെങ്കിലും ആക്രമിക്കാൻ പോയോ? പണ്ഡിറ്റുകളെ ആരെങ്കിലും ആക്രമിക്കാൻ പോയോ? അവരെന്തെങ്കിലും വിധ്വംസക പ്രവർത്തനം നടത്തിയോ? അവരൊരു സംസ്കാരം പറയാൻ കഴിഞ്ഞോ? നിങ്ങൾ ഹമാസിന് വേണ്ടി ഹമാസിന് വേണ്ടി കണ്ണീരൊഴുക്കാം, വിലപിക്കാം, ഇവിടെ അരുതേ എന്ന് പറയാത്തത്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങളുടെ അത്തരം കൗശലങ്ങളിൽ പിന്നെ ദൗർഭാഗ്യവശാൽ ഞാൻ വീഴുന്നില്ല, ഞാൻ അതിന് തയ്യാറുമല്ല. ഇപ്പോൾ ഇത് താങ്കൾ പറഞ്ഞുകൊണ്ട് വരാൻ ശ്രമിക്കുന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെങ്കിൽ ആങ്കർ അത് ഡിക്ലെയർ ചെയ്യട്ടെ. ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന മുഴുവൻ കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയമാണ് ഇന്നത്തെ ദിവസം. അത് നമുക്ക് നോക്കി വരാം. തിരികേണ്ട കാര്യമല്ല. എല്ലാം സ്പർശിച്ചു പോവാം. പണ്ഡിറ്റുകളുടെ കാര്യം സ്പർശിക്കാം, നമുക്ക് അമാസുകൾ വരട്ടെ, അതുപോലെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വരട്ടെ, എല്ലാം വരട്ടെ, നമുക്ക് എല്ലാം സ്പർശിച്ചു പോവാം. പക്ഷെ താങ്കൾ പിടിതരുന്നില്ല, താങ്കളെല്ലാം സ്കിപ്പ് ചെയ്ത് പോവാ, ഒഴിഞ്ഞു മാറുകയാണ്. ഒരു കാര്യം, ആരിഫ് ഹുസൈൻ, ഞാൻ വരാം. മുംബൈ ഹൈക്കോടതിയുടെ വിധിയാണ്, ഞാൻ അതിലേ നിൽക്കൂ. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. യെസ്, ഒരു മിനിറ്റ്. പക്ഷെ അതിലോട്ട് പോലും താങ്കൾ വന്നില്ല. ബോംബെ ഹൈക്കോടതിയുടെ പരാമർശത്തിൽ പോലും താങ്കൾ വന്നില്ല എന്നുള്ളതാണ്. രാംകുമാർ സാർ, ഇത്രയും സമയം ശ്രീ ജയചന്ദ്രനെ ശ്രമിച്ചതിൽ നിന്നും കേട്ടതിൽ നിന്നും താങ്കൾക്ക് എന്താ മനസ്സിലായത്? ഈ പാർട്ടിയും ഇതുപോലെ ഇത്തരം വിഷയങ്ങളിൽ പിടിതരാതെ ഒഴിഞ്ഞു മാറുന്നു എന്ന് തന്നെയല്ലേ? അതല്ല, നഗ്നമായ ഇരട്ടത്താപ്പ് വെച്ച് പുലർത്തുന്ന ഒരു പ്രസ്ഥാനമായി നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധപ്പതിച്ചിരിക്കുന്നു. ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. കഴിഞ്ഞ
മാസങ്ങളിൽ ക്ഷമിക്കണം, രാഷ്ട്രപതി ഗവർണർമാർ ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു മാസത്തെ സമയം എഴുതി ചേർത്ത് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയെപ്പോലെ സ്വതന്ത്രമായൊരു ജുഡീഷ്യറി ഇല്ല എന്ന് പ്രകീർത്തിച്ച അതേ ആളുകളാണ് ഇന്ന് ബോംബെ ഹൈക്കോടതിയുടെ ജഡ്ജിമാർക്ക് വ്യക്തിപരമായ ദുരാരോപണം ഉന്നയിക്കുന്നത്. ഇതേ ഇരട്ടത്താപ്പ് എല്ലാ കാഴ്ചപ്പാടിലും കാണാം. കോഴിക്കോട്ട് 2 ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിച്ചതിന് മാവോയിസ്റ്റുകളായി അവരെ എത്ര കാലം ജയിലിലിട്ടു? അവർക്ക് മനുഷ്യാവകാശങ്ങളില്ലേ? പോട്ടെ, ചൈന ഇന്ത്യ യുദ്ധസമയത്ത് ധൈര്യമായി തത്വാധിഷ്ഠിതമായി ചൈനയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് നേതാക്കന്മാർ ജയിലിൽ പോയി. ആ ചൈനയിൽ വാങ്ങിവിളി പോലും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ചൈന മാതൃകാ രാജ്യമാണ്, മധുര മനോഹര മനോജ്ഞ ചൈനയാണ് എന്ന് കേരളത്തിൽ പറയുന്ന ആ പാർട്ടിയുടെ പ്രസ്ഥാനക്കാർ ഇവിടെ സിന്ധു കരാർ റദ്ദ് ചെയ്തപ്പോൾ അയ്യോ പാകിസ്ഥാന് ജലം നിഷേധിക്കുന്നത് മാനുഷിക പരിഗണനയല്ല എന്ന് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ യുവ നേതാവ് പരസ്യമായി പറഞ്ഞതാണ്. എന്താണ് ഈ ഇരട്ടത്താപ്പ്? എല്ലാ കാര്യത്തിലും ഈ ഇരട്ടത്താപ്പ് എന്താണ്? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് കാർൽ മാർക്സ് പറഞ്ഞെങ്കിൽ എല്ലാ മതങ്ങളോടും ആ സമീപനം സ്വീകരിക്കണ്ടേ? ചൈന സ്വീകരിക്കുന്നുണ്ടല്ലോ. ചൈനയിൽ മതപരമായ പരസ്യമായ ഒരു പ്രവർത്തനവും അനുവദിക്കുന്നില്ല. വളരെ ശ്ലാഘനീയമായ നിലപാടാണ് എല്ലാ മതങ്ങളോടും. പക്ഷേ ഇവിടെ സ്കൂളിൻ്റെ സമയം മാറ്റാൻ വിദ്യാഭ്യാസ മന്ത്രി മത നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുന്നു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് സാഷ്ടാംഗ പ്രമാണം നടത്തി പറയുന്നു. പക്ഷേ അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പേടിച്ച് തീരുമാനം അടുത്ത കൊല്ലത്തേക്ക് മാറ്റുന്നു. ഇതല്ലേ ഇരട്ടത്താപ്പ്? ഈ എല്ലാ കാര്യത്തിലും ഇരട്ടത്താപ്പല്ലേ? ഞാൻ മനസ്സിലാക്കിയ കമ്മ്യൂണിസം പാവപ്പെട്ടവരുടെയും ചൂഷിതരുടെയും പീഡനം അനുഭവിക്കുന്നവരെയും ന്യൂനപക്ഷത്തിൻ്റെയും ഭാഗത്താണ്. പക്ഷേ എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനത്തും എല്ലാ പ്രശ്നങ്ങളിലും അവരുടെ കൂടെ നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസമുള്ളവർക്ക് ബാധ്യതയില്ലേ? അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത് ശരിയാണോ? ബംഗ്ലാദേശിൽ ഒരു നിലപാട്, പാകിസ്ഥാനിൽ വേറെ നിലപാട്, അഫ്ഗാനിസ്ഥാനിൽ ഒരു നിലപാട്, അമേരിക്കയിൽ വേറെ. ഇത് പരിഹാസ്യമാണ് മിസ്റ്റർ ജയചന്ദ്രൻ. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഇത്രയധികം പട്ടിണിക്കാരും പാവപ്പെട്ടവരും ചൂഷിതരും പീഡിതരുമുള്ള നമ്മുടെ രാജ്യത്ത് വേര് പിടിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഈ ഇരട്ടത്താപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ കടലോരമെന്ന് ആവർത്തിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പൊതുപണിമുടക്കിൽ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ മാത്രമാണ് പണിമുടക്ക് സജീവമായത്. എന്തുകൊണ്ടാണ്? കടലോരത്ത് മാത്രം നിൽക്കുന്നൊരു പ്രസ്ഥാനം ഇവിടെ മാത്രമാണ് ശക്തി. ഞാൻ അതിശയോക്തി പറഞ്ഞല്ല മിസ്റ്റർ ജയചന്ദ്രൻ, ഒരു യഥാർത്ഥ വസ്തുത പറഞ്ഞാണ്. ത്രിപുരയിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു, പശ്ചിമ ബംഗാൾ നഷ്ടപ്പെട്ടു, ഇന്ന് അറബിക്കടലിൻ്റെ തീരത്ത് മാത്രമാണ് നിങ്ങളുടെ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അതിനുള്ള കാരണം അന്വേഷിച്ച് കണ്ടെത്തി അതിന് പകരം ശ്രീ പ്രകാശ് കാരാട്ട് വരെ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സാധ്യതകളുള്ള പല മേഖലകളിലും ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന്. അതിനുള്ള പ്രധാന കാരണം ഈ ഇരട്ടത്താപ്പാണ്. മതത്തിൻ്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ്, മാനുഷിക പീഡനങ്ങളുടെ കാര്യത്തിൽ ഇരട്ടത്താപ്പ്, ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ഇരട്ടത്താപ്പ്, മതവിശ്വാസങ്ങളുടെ ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പിൻ്റെ പ്രസ്ഥാനമായി അധപ്പതിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാവങ്ങളുള്ള ഈ രാജ്യത്ത് നിങ്ങൾക്ക് വേരോടിക്കാൻ കഴിയാത്ത എന്ന വസ്തുത ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് അല്പമെങ്കിലും ഒരിതുണ്ടാവും. ഈ ഇരട്ടത്താപ്പുകൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞാണ്. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായ ഐക്യം
മതത്തിൻ്റെ പേരിൽ മതചിഹ്നം ഉപയോഗിച്ച് മതമേലക്ഷത്വന്മാരെ മാത്രം അധ്യക്ഷന്മാരാക്കുന്ന മറ്റൊരു പാർട്ടിയുണ്ട് കേരളത്തിൽ. ആ പാർട്ടിയുമായി അഭിപ്രായ ഐക്യം നിങ്ങൾ പല കാര്യത്തിലും കാണുന്നു. ഹമാസിൻ്റെ കാര്യത്തിൽ കാണുന്നു, പാകിസ്ഥാൻ്റെ കാര്യത്തിൽ കാണുന്നു. ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ അഭിജ്ഞരും വിവേകമുള്ളവരും വിജ്ഞാനമുള്ളവരുമായ സാധാരണ വോട്ടർമാർ, പ്രത്യേകിച്ചും കേരളത്തിൽ അഭ്യസ്തവിദ്യരായ ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബക്കറ്റിലെ തിരയല്ല എന്ന് കഴിഞ്ഞ ദിവസം VS അച്യുതാനന്ദൻ്റെ ചരമാനന്ദ ഘോഷയാത്രകളിൽ മുഴങ്ങിക്കേട്ടത്. പാർട്ടിയിലെ പ്രവർത്തകർ തന്നെ പാളിച്ചകൾ മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. എന്നിട്ടും താങ്കളിപ്പോൾ ഒഴിഞ്ഞു മാറണം. അത് ശരിയല്ല മിസ്റ്റർ ജയചന്ദ്രൻ. ഇരട്ടത്താപ്പ് തന്നെ എന്ന് വിളിക്കും. ഇപ്പം നിങ്ങൾക്കിഷ്ടമുള്ള ഗവർണറെ വിമർശിച്ച ജഡ്ജ്മെൻ്റ് വന്നാൽ ജുഡീഷ്യറി സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, നിങ്ങൾക്കിഷ്ടമില്ലാത്ത വന്നാൽ ജുഡീഷ്യറി രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടകമായി. ഇതാണ് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പ് വിവേകമുള്ളവരും വിജ്ഞാനമുള്ളവരും വകതിലുള്ളവരും കാണുന്നുണ്ട്. ആ ഇരട്ടത്താപ്പ് മാറ്റിയാലേ ഇനി എന്തെങ്കിലും നിലനിൽപ്പ് നിങ്ങൾക്ക് ഈ രാജ്യത്തുണ്ടാവുകയുള്ളൂ. ഓക്കെ, ശ്രീ പത്മകുമാ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ല, ഇത് ഇപ്പോൾ രാംകുമാർ സാറ് പറഞ്ഞതാണ്. ഈ വാനരന് വാലലങ്കാരമാണെങ്കിൽ അവസരവാദം CPM-നെ ഒരു അലങ്കാരമാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. CPM-നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അവരുടെ നിലപാടുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വീക്ഷണങ്ങൾ എല്ലാം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരെ അടിസ്ഥാനപരമായി അവരുടെ നിൽക്കുന്ന അവരുടെ ഒരു കേഡേഴ്സിനിടയിൽ സംശയമുളവാക്കുന്നുണ്ട്. അത് ആണ് ഇന്ന് പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ഈ നിലപാട് ഒരിക്കൽ ഈ നമ്മുടെ CPM-ൻ്റെ ഈ ഇരട്ടത്താപ്പ് ഒന്നുകൂടി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഇവരുടെ ഈ മതേതരത്വ ഈ മതം ഈ മുഖം കൂടി ഈ ഇന്ന് ബോംബെ ഹൈക്കോടതി വലിച്ചു കീറിയിരിക്കുകയാണ്. യെസ്, ജയേന്ദ്രൻ, അതല്ലേ അതിൻ്റെ ശരി. CPM-ലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുഖം കൂടി വലിച്ചു കീറിയിരിക്കുന്നു ബോംബെ ഹൈക്കോടതി. ഓക്കെ, പിന്നെ രാംകുമാർ സാറ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ. അതിനു മുമ്പ് നമ്മൾ ദീർഘനേരം സംസാരിച്ചതിൽ ഒരു വിഷയം ഞാൻ സ്കിപ്പ് ചെയ്തു പോകുന്നു. താങ്കൾ ആരോപിച്ച ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശ് വിഷയം ഞാൻ ചോദിക്കട്ടെ. നമ്പ്യാർ, ഈ പൊളിറ്റിക്കൽ കൂ ഉണ്ടായല്ലോ, രാഷ്ട്രീയ അട്ടിമറി ബംഗ്ലാദേശിൽ ഉണ്ടായതിനു ശേഷം ഷെയ്ഖ് ഹസീന എവിടെയാണ് ഇപ്പോൾ? എല്ലാവർക്കും അറിയാം അവരെവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട് എന്നുള്ളത്. എന്താണ് ആ ഡോക്ടർ യൂനിസ് ആണല്ലോ അധികാരത്തിലുള്ളത് ഇപ്പോൾ അവിടെ. അദ്ദേഹത്തോടുള്ള നിലപാട് എന്താണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ? ആ ഗവൺമെൻറ്റിനുള്ള നിലപാട്. 3, ഹസീനെ വിട്ടുകിട്ടണമെന്ന് ദീർഘകാലമായി ഡോക്ടർ യൂനിസിൻ്റെ സർക്കാർ ആവശ്യപ്പെടുന്നുണ്ടല്ലോ യൂണിയൻ ഗവൺമെൻറ്റിനോട്, ഇന്ത്യ ഗവൺമെൻറ്റിനോട്. എന്താണ് അക്കാര്യത്തിൽ നിലപാട് ഇന്നുവരെ പറയാൻ പറ്റാത്തത്? അപ്പോൾ അത് ഇരട്ടത്താപ്പല്ല. രാംകുമാർ സാർ, ഇതാണ് യഥാർത്ഥ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. താങ്കളെ പോലെ ഉള്ള പ്രഗത്ഭരായ അഭിഭാഷകർ ആ വസ്തുത അറിയാത്ത ആളൊന്നുമല്ല താങ്കൾ. എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. പക്ഷെ താങ്കൾ അത് സമ്മതിക്കില്ല, പറയില്ല. എനിക്കൊന്നും പറയാനില്ല സി ജയൻ. അല്ല, ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് സർ. ഞാനത് പറഞ്ഞോട്ടെ. ഞാൻ സമയമില്ലല്ലോ, സമയമില്ല. അത് പിന്നെ അതിന്റെ ബംഗ്ലാദേശ് അല്ല അദ്ദേഹത്തിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടി, അല്ല അദ്ദേഹത്തിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞുള്ളേ ഉള്ളൂ. അല്ല അദ്ദേഹത്തിന്റെ തൃപ്തിക്ക്, അല്ല അദ്ദേഹത്തിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ബംഗ്ലാദേശ് നിങ്ങളൊക്കെ സംഭവിച്ചു കൊടുക്കുക. എന്താ പാകിസ്ഥാനിലോ? അവിടെ നിന്ന് ആരാ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഇവിടെ ആരാ പാകിസ്ഥാനിൽ അഭയം കൊടുക്കുന്നത്? അവിടുത്തെ ഞാൻ അത്ര സൗജന്യങ്ങൾ എനിക്ക് നിങ്ങൾ തരണ്ട. അത് വിടൂ. രീതിയിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. അതുകൊണ്ട് താങ്കൾ അവിടെ നിൽക്കൂ. ഞാൻ പറഞ്ഞില്ലേ, രാംകുമാർ സാറിന്റെ അഭിപ്രായങ്ങൾക്ക് എനിക്ക് പറയണ്ടേ? അതിന് പത്മകുമാർ എന്തിനാണ് എതിർക്കുന്നത്?
ഓക്കെ അല്ല, നമുക്ക് അല്ല, അത് ഇടപെടരുത്. ഞാൻ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സിന് എനിക്ക് കഴിയുന്ന രീതിയിൽ പറയാമെന്ന് പറഞ്ഞല്ലോ ഞാൻ. അല്ല, നമുക്ക് പറഞ്ഞല്ലോ. conclude ചെയ്യാൻ സമയമായി. പിന്നെ ഇത് ഈ കടലോര പാർട്ടി എന്ന് താങ്കൾ കടലോര പാർട്ടി എന്ന് താങ്കൾ അങ്ങനെ ഒരു എന്താണ് അലങ്കാരമാണല്ലോ ചാർത്തി തന്നത്. അത് അതും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരിഫ് ഹുസൈനോട് പറഞ്ഞ പോലെ ഖേദപൂർവ്വം വിയോജിക്കട്ടെ സർ. അങ്ങയുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലാത്തതുകൊണ്ടല്ല, ഞാനതിനെ മാനിക്കുന്നു. പക്ഷെ ഖേദപൂർവ്വം വിയോജിക്കുന്നു. അതിനതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ ഇവിടെ സമയമില്ല. താങ്കൾക്ക് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ പരിപൂർണമായിട്ട് അതിനോട് യോജിക്കുകയും ചെയ്യുന്നു. ഇനി ഈ പറയുന്ന ബോംബെ ഹൈക്കോടതിയാണല്ലോ അടിസ്ഥാന പ്രശ്നം. ആ പ്രശ്നത്തിൽ കോടതിയുടെ ഉത്തരവാദിത്വം എന്താ? നിയമം നിർമ്മിക്കുകയല്ലോ, നിയമം വ്യാഖ്യാനിക്കുക മാത്രമാണല്ലോ. ആ നിയമം വ്യാഖ്യാനിച്ച് ഇതുപോലുള്ള ഉത്തരവുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുതയൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ക്രിട്ടിസൈസ് ദ ജഡ്ജ്മെന്റ്സ്, നോട്ട് ദ ജഡ്ജസ്. അതാണല്ലോ നമ്മുടെ അടിസ്ഥാനതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുടെ അത്തരം ആശയഗതികളോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് പറയുന്നു. നിങ്ങൾക്ക് എന്നോട് വിയോജിക്കാം. സ്വയം വിമർശനാത്മകമായിട്ടാണ് താങ്കൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അല്ലേ? യെസ് അല്ലേ? സ്വയം വിമർശനാത്മകമായിട്ടാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ആരിഫ് ഹുസൈൻ ഒരു മിനിറ്റ് നമുക്ക് അവസാനിപ്പിക്കാം, സമയം അതിക്രമിക്കുന്നു പെട്ടെന്ന്. അതെ, അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്. കോടതിയിലൂടെ വന്നിട്ടുള്ള നിരീക്ഷണങ്ങൾ അത് അനുകൂലമാകുമ്പോൾ അത് ചക്കരയാകുകയും അതുപോലെ പ്രതികൂലമാകുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് അതിനോട് വിയോജിക്കുകയും ചെയ്യാനുള്ള അവകാശത്തെ നമ്മൾ തള്ളി പറയുന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു രീതിയിൽ ഇതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് സത്യത്തിൽ നിയമവാഴ്ചയോടുള്ള ഒരു അവമതിപ്പായിട്ടേ നമുക്ക് അതിനെ അളക്കാൻ പറ്റുള്ളൂ. ഒന്ന് അത്. രണ്ട്, ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ, ജനോസൈഡാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ജനോസൈഡിലും നിങ്ങൾ ഇടപെടണം. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. ഇവിടെ പട്ടിണിയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ പട്ടിണി ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലത്തെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട് കള്ളപ്പട്ടിണിയുള്ള സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ വാചാലനാകുമ്പോൾ അവിടെയാണ് നമ്മുടെ ഇരട്ടത്താപ്പ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ മറ്റ് ന്യൂനപക്ഷ വേട്ട എന്ന് പറയുമ്പോൾ സ്വന്തം കണ്ണിന്റെ മൂക്കിന്റെ തുമ്പിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട നിങ്ങൾ കാണാതെ മറ്റൊരു സ്ഥലത്ത് ന്യൂനപക്ഷ വേട്ട ഉണ്ടെന്ന് സ്ഥാപിച്ചിട്ട് പിന്നെ അതിൽ പ്രക്ഷോഭം നടത്തേണ്ടി വരുന്നൊരു ഗതികേട്, ഇതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. പോട്ടെ, അത് നമുക്ക് മനസ്സിലായി, നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, വളരെയധികം നന്ദി. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമാക്കി CPM അനുവർത്തിക്കുന്ന കപട രാഷ്ട്രീയ കളികളെയാണ് ബോംബെ ഹൈക്കോടതി തുറന്നു കാട്ടിയത്. മതേതരത്വത്തെപ്പറ്റി വാതോരാതെ പ്രസംഗിക്കുകയും അമാസുകൾക്ക് ഐക്യദാർഢ്യം പോലുള്ള കോപ്രായങ്ങളിലൂടെ മതപ്രീണനം നടത്തുകയും ചെയ്യുന്ന CPMൻ്റെ തനി വർഗീയ മുഖം കോടതി അനാവരണം ചെയ്തിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന CPMൻ്റെ ധാർഷ്ട്യത്തിനേറ്റ കനത്ത അടികൂടിയാണിത്. ഇനി കോടതിക്കെതിരെയാവും CPMൻ്റെ കസർത്തുകൾ. നമുക്ക് കാത്തിരുന്ന് കാണാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം പ്രേക്ഷകർക്കും.